ഇതുവരെയുള്ള ചർച്ചകളിൽ ഞാൻ ഇമോഷണൽ ആയിട്ടില്ല. ബട്ട് ആ ബസ് വന്ന് ചവിട്ടി നിർത്തിയതാണ്. ഷിംജിത കേസ് ഫയൽ ചെയ്തോ? പക്ഷേ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോയി ചായേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങോട്ട് ചായിട്ടില്ല, അവർ നിന്ന സ്പേസിൽ നനങ്ങിയിട്ടില്ല. അപ്പൊ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത്, താങ്കൾ ഒരു പുരുഷ വിരോധിയാണോ? മേ ബി യു ഹാവ് സം ട്രോമാസ്. ഇറങ്ങിയ സ്പേസിൽ അനങ്ങിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരും എല്ലാ പുരുഷന്മാരും ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ അങ്ങോട്ട് തട്ടുന്നത്. ആ തട്ടുന്ന സ്ത്രീകളെ മാറി നിൽക്കുന്ന ഒരു പുരുഷന് മാറ്റി നിർത്തില്ല. എല്ലാരും അവിടെ നിന്ന് എൻജോയ് ചെയ്യാറ്. അയാൾ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്താണല്ലോ. ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു ചായ് ടോക്സ് വിത്ത് വൈബഗോഡ്. എല്ലാ തവണയും ചായ് ടോക്സ് വിത്ത് വൈബഗോഡില് നമ്മൾ ഗസ്റ്റിനെ വിളിക്കുന്നതും ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്യാനൊക്കെയാണ്. ബട്ട് ഇത്തവണത്തെ ചായ് ടോക്സ് വിത്ത് വൈബഗോഡില് കുറച്ച് ഫയർ ആണ്. ഞാൻ ഈ ഒരു വ്യക്തിത്വത്തിനെ വളരെയധികം ഇൻട്രോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ കറന്റ്ലി നടക്കുന്ന സിറ്റുവേഷൻ, അതായത് എനിക്ക് തോന്നുന്നു 2026 ഏറ്റവും കൂടുതൽ പുരുഷന്മാര് വോയിസ് റേസ് ചെയ്തൊരു സിറ്റുവേഷൻ. യെസ്, ഞാൻ ദീപകിന്റെ സൂസൈഡിനെയും ഷിംഷിത ചെയ്ത സംഭവങ്ങളൊക്കെ ക്രോസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാര്യങ്ങൾ, അതായത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. വേറെ ആരുമല്ല, ഐശ്വര്യ രാധ ലക്ഷ്മി. താങ്ക് യു, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ട്രാവലൊക്കെ അടിപൊളിയായിരുന്നു? ട്രാവൽ അടിപൊളിയായിരുന്നു. ഞാൻ ഒളിച്ചിരുന്നൊക്കെയാണ്, കല്ലറിട്ടാതിരിക്കാനില്ലേ. പക്ഷെ കുറെ പേര് അഡ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് എ ഓപ്പൺ ടോക്ക് ഇൻ പബ്ലിക്, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ഐ മെറ്റ് ലേഡി വിദ്യ പറഞ്ഞിട്ട് ഒരു ടീച്ചറിനെ പരിചയപ്പെട്ടു. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ പറ്റി. സോ ഇറ്റ് വാസ് ട്രാവൽ വാസ് വെരി നൈസ്, ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. ഓക്കെ, പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈവൻ ഞാൻ ബുള്ളിങ്, എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി കമന്റ്സിലോട്ട് സെക്ഷനിലോട്ട് പോവാത്തോണ്ടാണ് അതറിയാത്തത്. ഉണ്ടാവും നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോ ഞാന് 2-3 ഇന്റർവ്യൂസ് കണ്ടു, തമിഴ് പ്രോഗ്രാമും കണ്ടു. അപ്പൊ അതിനകത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത്, താങ്കൾ ഒരു പുരുഷ വിരോധിയാണോ? ഒരിക്കലല്ല. ഭയങ്കര ഇഷ്ടമാണ്, സത്യമായിട്ട് ഇഷ്ടമാണ്. ഇതിപ്പോ പെട്ടെന്നുണ്ടായ ഒരു ഇഷ്ടമാണോ അതോ നേരത്തെ ഇഷ്ടമാണ്? ഞാൻ എല്ലാ സമയം റിലേഷൻഷിപ്പുകളിലൊക്കെ വരുന്ന ഒരാളാണ്. അത് ഞാൻ ഒരിക്കലും ഒരു സ്ത്രീനെ അല്ലല്ലോ ഓപ്റ്റ് ചെയ്തത്, പുരുഷനെ തന്നെ അല്ലേ. അപ്പൊ അത് എന്തായാലും പുരുഷന്മാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുഹൃത്തുക്കളൊക്കെ പുരുഷന്മാരാണ്. നല്ല സുഹൃത്തുക്കളൊക്കെ പുരുഷന്മാരാണ്. ഓക്കെ, അപ്പൊ അതായത് സസ്റ്റൈനബിൾ ആയി കോൺസ്റ്റന്റ് ആയി നിന്ന് എന്റെ സ്പേസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറെ സ്പേസുകൾ എനിക്ക് അഡ്രസ് ചെയ്യാനുള്ളത് സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരാണ്. അപ്പൊ പുരുഷ വിരോധി അല്ലല്ല, ഒരിക്കലും. ഓക്കെ, ഇതിനകത്ത് നമ്മള് ആദ്യം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സംസാരം. എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷൻ കൈ പൊക്കുന്നത് കണ്ടാൽ എനിക്കറിയാം. അപ്പോ കൈ പൊക്കുന്നത് എല്ലാം ആ ഒരു അർത്ഥം, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടോക്ക് വന്നത്? കൈ പൊക്കുന്ന കണ്ടാൽ എനിക്കറിയാം. ഞാൻ ഈ ജസ്റ്റാണ് കാണിച്ചത്. ഈ ജസ്റ്റ് പർട്ടിക്കുലർലി ഞാൻ ദീപകിനെ തന്നെ ഉദ്ദേശിച്ച് കാണിച്ചതാണ്. പക്ഷെ അവിടെ വെച്ച് എനിക്ക് ആ ചർച്ചയിൽ ദീപകിനെ കൂടുതൽ വലിച്ചു കീറാനോ, ദീപകിന്റെ അമ്മേന്റെ അവർ ലൈവില് കാണിക്കുന്നുണ്ട്, അമ്മ അച്ഛനൊക്കെ വരുന്നുണ്ട് ചർച്ചയിൽ. സോ ഫോർ മീ ഇറ്റ് ഈസ് പെയിൻഫുൾ ടു സീ ഹർ. ആൻഡ് ഡസന്റ് മാറ്റർ ഹൗ മച്ച് ദേ മാർക്കറ്റിംഗ്, ആൾക്കാർ എത്ര മാർക്കറ്റ് ചെയ്തിട്ടാണ് ഇതിനെ കാണിക്കുന്നത്, എത്ര പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവർക്ക് പെയിൻ ഉണ്ട്, അവരുടെ വിഷമം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാവ് ടു ഹോൾഡ്. പിന്നെ ഒരു ക്ലാരിറ്റിയിലേക്ക് എനിക്ക് ഷിംജിതന്റെ ഒരു സ്പേസിനെ മൊത്തം കംപ്ലീറ്റ് അറിയാത്തൊരു സ്പേസിൽ തന്നെയാണ് ഞാൻ അത് അഡ്രസ് ചെയ്തത്. അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും അല്ല. അറിഞ്ഞിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണം, സ്ത്രീയാണ്, അങ്ങനെ പോയതല്ല. ആ വ്യക്തിയുടെ ജസ്റ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. കൈ അനങ്ങിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കാനായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കമ്പിയെ പിടിക്കാനായിരിക്കും. ആൻഡ് ദെൻ യു ടേക്ക് ഡു and this justice we understand. എവിടെ എന്ത് ജസ്റ്റേഴ്സ് ഉണ്ടാകുന്നു, അത് നോർമൽ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നോർമൽ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇപ്പോ ഷിംജിതയുടെ കേസ് നോർമലി ഒരു പ്രശ്നം, എനിക്കിപ്പോ സപ്പോസ് ഒരു വിഷയം ഉണ്ടായി, ബസ്സിൽ വെച്ചിട്ട് ഒരു വിഷയം ഉണ്ടായാൽ ഞാൻ ആദ്യം റിയാക്ട് ചെയ്യും. ഇപ്പോ ചിലർ പറയുന്നുണ്ട് പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് പല സ്ത്രീകൾക്കും പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. എവിടെ പ്രൂഫ് ഇല്ലല്ലോ, അതിനെ മുതലെടുക്കാൻ എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരല്ല, പക്ഷെ പ്രശ്നക്കാരായ പുരുഷന്മാരും ഉണ്ട്. മനുഷ്യന്മാര് പ്രശ്നക്കാരാണ്. ഇതാണ് ആ ഒരു കാറ്റഗറിയാണ്, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ റിയാക്ട് ചെയ്യും, ലീഗലി പോവും, ദെൻ ആണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം ഇടുക. ഷിംജിത കേസ് ഫയൽ ചെയ്തോ? ഇല്ല. ഷിംജിതയുടെ വീഡിയോ ഞാൻ പറഞ്ഞു ആദ്യം എന്റെ പോയിന്റ് ഓഫ് വ്യൂ, എന്റെ ഡൗട്ട്സ് ആണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ട് ക്യാം ഓൺ ആക്കിയിട്ടാണ് ഈ വ്യക്തി എടുക്കുന്നത്. ഈ രണ്ടുപേരും, അതായത് ദീപക്കും ഷിംജിതയും ഒരുമിച്ചാണ് കയറിയത്.
ഒറ്റ ഇതിലാണ് സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഒരു ഹാർഡ്ലി ഒരു 5 minutes കഷ്ടിയേറ്റേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഈ ഒരു ഫോൺ എടുത്തിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഞാനിപ്പോ ചെയ്യാണ്, അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു സ്പേസിൽ ആൾക്കാരും ഇല്ല, വേണമെങ്കിൽ നിക്കാം അല്ലെ. പക്ഷെ ഫ്രണ്ട് ക്യാം ഉപയോഗിച്ചിട്ടാണ് ഈ വ്യക്തി വീഡിയോ എടുത്തിരിക്കുന്നത്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ വേറൊരു പെൺകുട്ടി ഇതിനകത്ത് കേസ് കൊടുത്തിട്ടുണ്ട്, ആ കുട്ടിയുടെയും കൂടി ഫേസ് വന്നു എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ നേരത്തെ ഒരു ഇതിൽ ഐശ്വര്യ പറഞ്ഞു ദീപക്കിന് വേണമെങ്കിൽ മാറി നിൽക്കായിരുന്നു അല്ലെ. അപ്പോ ഷിംജിതയ്ക്ക് മാറി നിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ ഇത്രയും ഒരു ഇതിൽ നിന്ന് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്തതും ഇങ്ങനെ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഈവൻ ഫേസ് എക്സ്പ്രഷൻ അടക്കം ഞാൻ പറയുകയാണെങ്കിൽ ദീപക്കാണോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്, അത് ഷിംജിത അങ്ങോട്ട് പോയിട്ട് ദീപക്കിനെ പീഡിപ്പിക്കുകയായിരുന്നു? ദീപക്കിനെ എന്തായാലും ഷിംജിത അങ്ങോട്ട് പോയി പീഡിപ്പിച്ചതല്ല, ആദ്യം ഞാൻ പറയാം. ആണെന്ന് പറഞ്ഞാൽ അത് താങ്കളുടെ കാഴ്ചപ്പാടാണെന്നും എനിക്ക് വേറൊരു കാഴ്ചപ്പാടാണെന്നും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് ആർഗ്യൂ ചെയ്ത് താൻ പറയുന്നത് തെറ്റാണ്, താൻ ഷിംജിതയ്ക്ക് സംസാരിച്ചെന്ന് ചാടി ഇരിക്കാൻ ബിക്കോസ് ഐ നോ യു ബെറ്റർ ദാൻ ഷിംജിത. ഒരു പക്ഷേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സ്പേസിൽ കാണുന്നതിലും എനിക്ക് ഷിംജിതിനെക്കാളും കൂടുതൽ ദീപുനെ അറിയായിരിക്കും ഇപ്പൊ. പക്ഷെ ആ അറിയാത്തൊരു അങ്ങനെ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ കണ്ടത് എനിക്ക് കണ്ടുപോലും മനസ്സിലായി. അതാണ് ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഇങ്ങനെ എടുത്തിട്ട് ഒന്നാമത് ഒരു പെൺകുട്ടിയും അങ്ങനെ ഒരു സാധനം ചെയ്യില്ലെന്നാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ അതിലേക്ക് മൊത്തം പോയില്ല. നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുന്നു ഫോർ ഷുവർ. വീഡിയോ ഞാൻ കണ്ടതാണ്. ആ വ്യക്തി അങ്ങനെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ ദീപകിനെയും കണ്ടു. അയാള് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു സംശയമില്ല, അയാൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ എന്ത് വീഡിയോ എടുക്കാൻ വേണ്ടി അയാൾ നിന്ന്? മനഃപൂർവ്വം തട്ടിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയോ? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്. ഷിംജിത മനഃപൂർവ്വം തട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പേസിൽ അത് പിടിച്ചിട്ട് നിൽക്കുന്നത്. എനിക്ക് ഇപ്പോഴും തോന്നില്ല, എനിക്ക് നാളെയും തോന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അയാള് എടുത്തത് അയാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരു സംഭവം നടന്നു, ആ സംഭവത്തിനെ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടി ഇയാൾ ഇത് ചെയ്യും എന്ന് അവര് സെൻസ് ചെയ്തിട്ട് അവർ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. ആ സമയത്ത് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അത് അഗെയിൻ അതിനി നടക്കും എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണോ വേണ്ടത്, അവിടെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കണോ വേണ്ട? ആ ബസ്സിലുള്ള ആരും അറിഞ്ഞിട്ടില്ല ഈ സംഭവം അല്ലേ? ഒരു സ്ത്രീ എന്താ വ്യക്തിത്വം എന്ന് പറയുന്നത് അവര് ഇങ്ങനെ വീഡിയോ എടുത്തത് കൊണ്ടോ അവർ ആ വീഡിയോയിൽ അയാൾ തട്ടിയപ്പോ ചിരിച്ചത് കൊണ്ടോ അയാളുടെ പ്രവൃത്തിയെ സാധൂകരിക്കുന്നുമില്ല. പിന്നെ അവരെടുത്ത സ്പേസിനെ എനിക്ക് തോന്നിയേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ബോൾഡായിട്ടൊരു സ്ത്രീ ആയിരുന്നു. അവരത് നേരത്തെ സെൻസ് ചെയ്തിട്ട് ഇയാളെ ഇങ്ങനെ ചെയ്യുന്നതിനെ റെക്കോർഡ് ചെയ്യണമെന്ന് ഇയാൾ ഇത് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരവിടെ നിന്നത്. അല്ലാതെ എന്നിട്ട് അയാൾക്ക് തട്ടിയ സമയത്ത് ദീപക് നിങ്ങൾ ഈ ആക്ഷൻസ് പറയുന്ന സെയിം സമയത്ത് ഞാൻ ഒരുപാട് അടുത്ത് പറഞ്ഞു, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുമാതിരിപ്പെട്ട സെൻസ് ഉള്ള ആണുങ്ങളൊക്കെ കൈ ഒന്ന് തട്ടുന്ന സമയത്തോ റോങ് ആയിട്ടാണെങ്കിൽ അവർക്കും സെൻസ് ചെയ്യാൻ അറിയാം. എന്നോട് പ്രായമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, തിയേറ്റർ ആർട്ടിസ്റ്റുകൾ ചോദിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിനക്കറിയാം നിന്നെ ഒരാൾ ഇങ്ങനെ തൊടുമ്പോ ഇങ്ങനെ തൊടുന്നതെന്ന് നിനക്കറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു കറക്റ്റ് ആണ് ചേട്ടാ, എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നിന്റെ ബോഡിയെ നിനക്ക് സെൻസ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ സ്ത്രീകളും, അങ്ങനെയാണ്. ചിലർ അതിനെ ഇഗ്നോർ ചെയ്യും. ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവരെ ഇത് തട്ടും ഇയാളെന്ന് ഇവർക്ക് അറിയാം. ഇയാളുടെ കയ്യിൽ ഇങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഷിംജിത ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ഇത് ആദ്യത്തെ തട്ടിൽ അയാൾ ഇങ്ങനെ പാളി നോക്കുന്നുണ്ട്. അയാൾ അഡ്രസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ കൈ മുട്ടിയത്. അത് കാണാൻ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറ്റും. അയാളുടെ തല തിരിയുന്നത്, അയാൾ ഈ കൈ തട്ടി എന്നുള്ളത് അഡ്രസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മനുഷ്യനാണ് തിരിച്ച് സോറി പറഞ്ഞ് കുറച്ച് ഒതുങ്ങാൻ നോക്കിയത്. അതിനുശേഷവും ഈ ലുക്ക് പോയതിനു ശേഷവും ദീപകിന്റെ കൈ അതേ സ്പേസിൽ ഒരയുന്നുണ്ട്, അതേ സ്പേസിൽ മുട്ടുന്നുണ്ട്. അയാള് സോറി പോലും പറഞ്ഞില്ല. ഒരു ബേസിക് സാധനം, സെയിൽസിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാന്നാ പറഞ്ഞത്. ആളുകളെ കാണുന്ന ആളാണ്, ബേസിക് മാനേഴ്സ് അറിയാം. അയാളൊരു ഡിവോഴ്സിയാണ്. ഇതൊന്നും ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഇയാൾക്ക് ഇയാളുടേതായ മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരാളെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇയാൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതിന് തുറന്നൊരു സ്പേസിൽ അയാൾ കാണിക്കത്തില്ല, ചിലപ്പോൾ തുറന്നൊരു സ്പേസിൽ അയാൾ അഡ്രസ് ചെയ്യത്തില്ലായിരിക്കും. അത്യാവശ്യം ഒരു തിരക്കാ ബസ്സിലുണ്ട്, അത്യാവശ്യമേ ഉള്ളൂ. വേണമെങ്കിൽ നീങ്ങി നിക്കാം. അതെ, നീങ്ങി നിക്കാം. അപ്പോ ഇതിനകത്ത് ചില ആൾക്കാർ പറയുന്ന എക്സ്പ്രഷൻ ഉണ്ട്. ഷിംജിത എന്ന് പറയുന്ന വ്യക്തിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോ ഞാൻ ഈ ചോദിച്ച കാര്യം, ഞാൻ ആ സ്ലോ മോഷനിലുള്ള വീഡിയോയിൽ ഞാൻ കാണുമ്പോൾ ഇത്രയും ഇതില് ഫോൺ പിടിച്ചിട്ട് ഇവിടെ ദീപക് നിൽക്കുന്നു, ഷിംജിതയാണ് ഇങ്ങനെ പോകുന്നത്. മനസ്സിലായി? അനങ്ങുന്നില്ല. ബസ് സ്റ്റോപ്പ് ചെയ്തേക്ക് തന്നെ. സ്റ്റോപ്പ് ചെയ്തൊരു ബസ്സിൽ ഒരു മനുഷ്യൻ അനങ്ങി വന്ന് ഇങ്ങോട്ട് ഇടിച്ചാന്ന് ദീപക് പറയാൻ പറ്റില്ല.
ഷിംജിത ആ സ്പേസിൽ നിന്നു എന്നുള്ളത് കറക്റ്റ് ആണ്. ഷിംജിത നിന്നിടത്ത് തന്നെ നിന്ന് അതേപോലെ തന്നെ വീഡിയോ എടുത്തോണ്ടിരിപ്പുണ്ട്. പിന്നെ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയുടെ കാര്യം ദേവ് പറഞ്ഞത്, ആ പെൺകുട്ടിയുടെ ഫേസ് ഇത്രയും വൈറൽ ആയ വീഡിയോയിലും ഒരാൾ മരിക്കപ്പെട്ട സ്പേസിലും അയാളുടെ ഫേസ് കാണിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അതേ പെൺകുട്ടിയാണ് അയാൾ നേരത്തെ ടച്ച് ചെയ്തെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം അവിടെ വേറെ പെൺകുട്ടികളിലും അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ഇതേ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയാണ് അയാൾ ടച്ച് ചെയ്തത് എന്ന് ഷിംജിത പറഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടി കേസ് കൊടുത്തു എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഒരു മിനിറ്റില് ഒരു ബസ്സിന്റെ ബാക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വെറുതെ തട്ടി കയറി പോകുന്ന ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ. ഉറപ്പായിട്ടും ഇതേപോലെ ടീനേജ് പയ്യന്മാരെ ഇതേ സാധനം ഇങ്ങനെ കുറച്ച് കയറിപ്പോയി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇവരോടൊക്കെ റെസ്പോണ്ട് ചെയ്യാം? എനിക്ക് പേഴ്സണലി അറിയാവുന്ന സ്പേസുകളിൽ ആളുകൾ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് അവർ ഇതിനു വേണ്ടി മാത്രം റഷുള്ള ബസ്സിൽ കയറി പോകായിരുന്നു. അതിനുവേണ്ടി മാത്രം റഷുള്ള ബസ്സിൽ കയറുകയും എങ്ങോട്ടും പോകാൻ ഒരു ഐഡിയ ഇല്ലാതെ ഇതാണ് ഇവരുടെ ജീവിത ഉദ്ദേശം. അതായത് ചില പുരുഷന്മാരുടെ ഉദ്ദേശം KSRTC ആണെങ്കിലും പ്രൈവറ്റ് ബസ് ആണെങ്കിലും ഇതിനുവേണ്ടി മാത്രം കയറുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതേപോലെ തന്നെ ഈ ഒരു ഇൻസിഡന്റില് എങ്ങനെയാണ് ഷിംജിതയുടെ ഒരു സൈഡ് ഐശ്വര്യക്ക് ഇത്രയും കൈൻഡ് ഓഫ് ഗ്ലോറിഫൈങ്? not glorifying, I'm just giving a word to her, like എല്ലാ സമൂഹത്തില് ഇത്രയും വൃത്തികേടുകൾ ഈ സമൂഹത്തിലുണ്ടായ ഒരു സമൂഹമാണ് നമ്മുടേത്. അത്രയും ക്രൂവാലിറ്റി, അത്രയും ബ്യൂട്ടിഫുള്ളി നല്ല വൃത്തിയായിട്ട് മർഡറുകളും റേപ്പും അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഭയങ്കരമായ വൃത്തിയായിട്ട് സ്പേസുകളൊക്കെ ഉണ്ടായ ഒരു സമൂഹമാണിത്. ഞാനത് നേരത്തെ മെൻഷൻ ചെയ്തു. മധുവിന്റെ മരണവും ഈ പറയുന്ന ഓരോ വ്യക്തികളുടെ ഒരുപാട് പുരുഷന്മാർ മരിച്ചിട്ടുണ്ട്. ഒന്നല്ല, ആത്മഹത്യ, കടത്തിന്റെ പേരിൽ കുടുംബത്തിലുള്ള പുരുഷന്മാര്. കണക്കനുസരിച്ച് രാഹുലിന്റെ ഇത് കോട്ടിയാണെന്നുണ്ടെങ്കിൽ 88% പുരുഷന്മാർ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ശരിയാണ്, പക്ഷെ അത് സ്ത്രീകൾ പേടിപ്പിച്ചുകൊണ്ടല്ല, ഉത്തരവാദിത്തക്കുറവുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, റെസ്പോൺസിബിലിറ്റി എടുക്കാതെ നാണംകേട് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, പല ഡിപ്രഷനിൽ ആത്മഹത്യ ചെയ്യുന്നു. പുരുഷന്മാരെ ഡിപ്രഷനിലൂടെ പോകുന്നുണ്ട് ഇപ്പം, ഇല്ലാന്നല്ല, ഉണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീയെക്കാളും കൂടുതൽ പോകുന്ന ഡിപ്രഷൻ? എനിക്ക് മനസ്സിലാക്കി, എന്റെ ഒരു സെൻസ് വെച്ച് മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്ക് കുറെ കൂടെ വോയിസ് ഉണ്ട് ഇപ്പം. തീർച്ചയായിട്ടും ഡിപ്രഷനിൽ പോകാനുള്ള കാരണം ഉണ്ടാവും. പക്ഷെ നേരത്തെ ഒരു അപ്പർ ഹാൻഡ് പുരുഷൻ ഇല്ല, സ്ത്രീകൾക്ക് വോയിസ് ഉണ്ട്. ആ സ്പേസിൽ കൃത്യമായിട്ട് ഞാൻ ഇവർ പറയുന്ന പോലെ തന്നെ പറയാനാണെങ്കിൽ ആ അപ്പർ ഹാൻഡ് കിട്ടിയോണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്പേസിൽ ഡിപ്രസ് ആയതാന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞാലും എടുക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അതേപോലെ തന്നെ ഈ പറയുന്ന ശ്രീജിത ഇങ്ങനെ തന്നെ നിന്നിതെടുത്ത് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട്, അതാണ് ദേവു ചോദിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്? കേരള സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, ഇപ്പൊ ഞാനാണെങ്കിലും ഇനിയിപ്പൊ ഞാൻ എത്ര കണ്ട് ഒരു വൈറൽ സ്പേസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എത്ര കണ്ട് ഞാനൊരു ലിബറൽ ആയിട്ടുള്ള ഒരു സ്പേസിലോ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയ ഒരു സ്പേസിനെ അഡ്രസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും കേരള സമൂഹത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത്, അതും തലത്തട്ട്, ഞാനൊരു തലത്തട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഒരു പുരുഷന്റെ അടുക്ക് പോയി നിന്ന് തട്ടിച്ച് ഇതിട്ട് 5000 പേരോളം കണ്ടപ്പോൾ നെഗറ്റീവ് കമന്റ്സും വന്ന് ഇതിന് ശേഷം ഇതിനെക്കുറിച്ച് അഡ്രസ് ആ സ്ത്രീ അത് ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൊടുത്തു. എന്തിനു ഡിലീറ്റ് ചെയ്തത് നെഗറ്റീവ് കമന്റ് അവർക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അവരുടെ ഭർത്താവ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരൊരു റിബലിയനോ അവരൊരു ആക്ടിവിസ്റ്റ് ആണെന്നോ ഐശ്വര്യ. ഇപ്പൊ ഐശ്വര്യ ഒരു സംഭവം ഫേസ് ചെയ്തു, അത് സത്യമാണ്. അത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇട്ടു. Why are you bothering about the negative Yesterday, comments? I'll tell you, I deleted a photograph because people call me and said like, "Na പെൺകുട്ടി മരിച്ചുപോയി." അതുപോലെ ബാക്കി കുട്ടികൾക്ക് സ്പേസ്, എന്റെ കുട്ടികൾ ഞാൻ എല്ലാം കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അവരെന്നോട് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടീനെ മരിച്ചുപോയതല്ലേ, മറ്റു കുട്ടികൾക്കും പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഡിലീറ്റ് ചെയ്ത് വേറൊരു ഫോട്ടോ ഇട്ടു. അവള് ഹാഫ് മറിച്ചിരിക്കുന്നത്. എന്തിന് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് ഷിംജിതയുടെ ലോജിക്കാണ്. അത് എന്നെ ആൻസർ പറയാൻ ഞാൻ ആളല്ല. യു അണ്ടർസ്റ്റാൻഡ്? ആൻസർ പറയാൻ എനിക്ക് പറയാം, ഗസ് ചെയ്യാം. ഞാൻ പറഞ്ഞ എന്റെ ഐഡിയ അനുസരിച്ച് ഷിംജിതയ്ക്ക് ആ നെഗറ്റീവ് കമന്റ് അത്രയും വരുമെന്നും അതിന്റെ ഇടയിൽ ഒരു പോസിറ്റീവ് കമന്റ് വന്നില്ല എന്ന് തോന്നിയപ്പം ഷീ തോട്ട് ദാറ്റ് ഷീ ഈസ് ഡൂയിങ് സംതിങ് റോങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ. ദേ ആർ നോട്ട് അഡ്രസ്സിംഗ് ഇറ്റ്, ദേ ആർ സേയിങ് ദാറ്റ് അവള് സുഖിച്ചു, അവൾ അത് ചെയ്തു. അപ്പൊ അവൾക്ക് തന്നെ തോന്നൂല്ലേ ഞാൻ ഇതെടുത്തത്? എനിക്ക് തോന്നുന്നു ഞാൻ ക്ലിയർ ആയിട്ട് അത് എടുത്തതെങ്കിലും എന്റെ മുഖത്തുള്ള ചിരി എന്റെ കോൺഫിഡൻസിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും ഈ സമൂഹം എടുക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു അവരുടെ ഭർത്താവ്, അവരുടെ വീട്ടുകാരൊക്കെ ദീനികളായ മനുഷ്യന്മാരാണ്, വിശ്വാസികളാണ്. ആ സ്പേസിൽ ഇവർ എത്ര കണ്ട് കുറച്ച് ഹൈപ്പർ ആയ ഒരു കുട്ടിയാണ്, അവർ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു, അവർ കുറച്ച് മോഡേൺ ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവർ നിരന്തരമായിട്ട് പള്ളിയിൽ പോകുന്ന, അല്ലെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാത്തവർ, മതത്തിനെ ഒന്നും ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യാതെ അവനോന്റെ സ്പേസ് എടുത്ത് പോകുന്ന ഒരു സാധാരണക്കാരിയാണ്. എനിക്ക് അവരെ അങ്ങനെ തോന്നിയത്. ആ സ്ത്രീ ഒരിക്കലും അവരുടെ കമ്മ്യൂണിറ്റിയിലോ അവരുടെ കുട്ടിക്കോ ഭർത്താവിന്റെ മുമ്പിലോ ഹ്യൂമിലിയേഷൻ ഉണ്ടാവാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് കേരള സമൂഹത്തിൽ എന്തായാലും അത് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ
കമോൺ, ഇത് അങ്ങനെ ചെയ്യണ ആ സ്ത്രീ അത്ര വൃത്തികെട്ട രീതിയിൽ ഒരു തരം താഴ്ന്ന രീതിയിൽ മാർക്കറ്റിംഗ് ഉണ്ടാക്കാനുള്ള ഒരു സ്ത്രീയാണെന്നുള്ള രീതി എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു സ്പേസിൽ എനിക്ക് അത് താങ്കളുടെ പെർസെപ്ഷൻ. ശരി, പറഞ്ഞ ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വന്നപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്റെ പെർസെപ്ഷൻ ഞാൻ പറയുമ്പോൾ, എനിക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈവൻ എന്നെ ഉണ്ടാക്കിയ എന്റെ അച്ഛനമ്മ വന്നിട്ട് എന്നോട് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ബിക്കോസ് എനിക്കത് ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ്. അപ്പോ അത് ഞാൻ അവിടെ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ ആണ്. എന്റെ ഉദ്ദേശം ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ആൻഡ് ഇതില് ഇപ്പോ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല അല്ലെ? അപ്പൊ കുറച്ച് ആൾക്കാര്, അതായത് ഇപ്പൊ ഐശ്വര്യ, അതേപോലെ ഇപ്പൊ പറഞ്ഞു കുറെ മെസ്സേജസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇൻ യുവർ പോയിന്റ് ഓഫ് വ്യൂ, ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ്, ലൈക്ക് യുനോ, ആള് പെട്ടുപോയതാണ്, അതല്ലെങ്കിൽ അതിജീവിത, ഏത് രീതിയിലാണ്? അതിജീവിത എന്ന് ഞാൻ ഷിംജിതനെ പറയത്തില്ല. അത് എന്നോട് മറ്റേ കഴിഞ്ഞ ഇന്റർവ്യൂല് അതിജീവിത എന്ന് പറയുന്നത്, എനിക്ക് അതിജീവിത എന്ന് എങ്ങനെയാണ് ഷിംജിതനെ പറയാൻ പറ്റുക? ഷിംജിത അഡ്രസ്ഡ് എൻ ഇഷ്യൂ. ഷിംജിത ഒരു സാധനം റെക്കോർഡ് ചെയ്ത് കാണിച്ചു, ഒരു മനുഷ്യൻ മരിച്ചുപോയി. പുള്ളിക്കാരനോ അതിജീവിതനോ അല്ല വിക്ടിമൊന്നും അല്ല. പുള്ളി മരിച്ചതിന്റെ റിസൾട്ട് ആർക്കും അറിയത്തില്ല. അയാളൊരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് മരിച്ചൊരു മനുഷ്യനൊന്നും അല്ല. ഇത്ര കൃത്യമായിട്ട് ഷിംജിതയുടെ വീഡിയോന്റെ ശേഷമാണ് അയാൾ മരിച്ചത്. അല്ലാതെ വീഡിയോ എടുത്ത് ഇത് വൈറലായി അടുത്ത ദിവസം മരിക്കൊന്നും അല്ലായിരുന്നു. ഇത് കൃത്യമായി അയാൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്തു. 27 ലക്ഷം പേരിന് മേലെ കണ്ടതിന് ശേഷം ഇത്രയും മോബ് ഇതിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സ്പേസിൽ ഓൾറെഡി ക്രോണിക് ഡിപ്രഷൻ, അക്യൂട്ട് ഡിപ്രഷൻ ഒന്നല്ല, അത് സിറ്റുവേഷണൽ ഡിപ്രഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. അയാൾ ഒരിക്കലും ഒരു സിറ്റുവേഷൻ ഡിപ്രഷനിൽ സൂയിസൈഡ് ചെയ്ത ആളാന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഇങ്ങനെ ചെയ്യണമെങ്കിലും എനിക്ക് ഇത്രയും ഡൗട്ട് തോന്നുന്നു. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഈ ജസ്റ്റിസ് ഞാൻ മാത്രമല്ല ഇത് പറയുന്നത്. ആൺകുട്ടികൾ, എത്ര ആൺകുട്ടികൾ ഇത് അഡ്രസ് ചെയ്യുന്നത്, ഇത് ഉള്ളതാണെന്നാ പറയുന്നത്. അപ്പൊ എന്റെ മാത്രം വോയിസ് ജനങ്ങൾ കേൾക്കുന്നുള്ളൂ, ബിക്കോസ് ഐ ആം ദ ഓൺലി വൺ ജസ്റ്റ് സ്ക്രീമിംഗ് ഔട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. പക്ഷെ ഈ ബാക്കി എല്ലാവർക്കും വോയിസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ ഫോർ മീ ഐ ആം നോട്ട് എ ഫൂൾ ടു അഡ്രസ് സംതിങ്. ഞാനൊരു വിദ്യയല്ല, എന്തായാലും ഒരു ക്യാമറയുടെ മുമ്പിൽ ഒരു സ്പേസിലോ വന്നിരുന്ന് ആർക്കും താല്പര്യമില്ലാത്തൊരു സാധനത്തെ കുറിച്ച് വിളിച്ചു പറയാൻ ഒരു 10 പേരെങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ അവർക്കും അത് തന്നെ തോന്നി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്ര ഉറപ്പുണ്ടായത്. അതും വളരെ ക്ലോസ് സ്പേസിൽ നിന്ന്, ഡിസ്റ്റൻസ് സ്പേസിൽ നിന്ന് ഒക്കെ ഞാൻ സംസാരിച്ചു നോക്കി. സോ വൈ യു ആർ നോട്ട് അഡ്രസ്സിംഗ് ദാറ്റ് മൈനോറിറ്റി എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും രാഹുൽ ഈശ്വനോട് എന്റെ ആർഗ്യുമെന്റ് മൊത്തം യു ആർ സ്റ്റാൻഡിംഗ് വിത്ത് ദ മെജോറിറ്റി, ബിക്കോസ് ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ തിങ്ക് ദിസ് വേ. ബട്ട് there are some minority of people they address this way. ഈ ഒരു സാധനം മൈനോറിറ്റി ആണെങ്കിലും ശരി, 100 പേരാണെങ്കിലും ഇങ്ങനെ കാണുന്നു എന്ന് പറയുന്നതിനെ എന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യുന്നില്ല? അത് എന്റെ മാത്രം വോയിസ് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ ഷട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഞാൻ മിണ്ടാതിരിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if I shut down, everyone will shut down. All these people are at least addressing it. Some comments, some positive things are coming on social media. ഞാൻ വിചാരിക്കുന്നത് അതൊരു പോസിറ്റീവ് തിങ് ആണ്, ബിക്കോസ് അവർ മനസ്സിലാക്കി അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഷിംജിത എന്ന് പറയുന്ന വ്യക്തി വീഡിയോ എടുത്തിട്ട് പുറത്തോട്ട് വന്ന വീഡിയോസിന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മളും പറഞ്ഞതും, ഏതൊരു പെൺകുട്ടിയാണെങ്കിലും പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു വേ ഓഫ് വീഡിയോ എടുത്തതിനോട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്ഥലമില്ലായ്മ, ഇപ്പോ ദീപക്കിന് മാറി നിൽക്കാൻ പറഞ്ഞ മാതിരി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് സ്പോട്ടിൽ റിയാക്ട് ചെയ്യായിരുന്നു, അത് ചെയ്തില്ല. പിന്നെ ഇത്രയും ഒരു ഗ്യാപ്പ് ഇടേണ്ട ആവശ്യമില്ല, കയറി നിൽക്കായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എന്താ പറയാ, അതിനകത്ത് മറ്റു വീഡിയോസ്, അതായത് ഒരു 6 വീഡിയോസ് എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. ആകെ 3 വീഡിയോ എടുത്തിട്ടുള്ളൂ. ആ 3 വീഡിയോ ഈ ഫേസ്ബുക്കിന്റെ ഇതിൽ 2 സ്പേസിലേക്ക് കോപ്പി ചെയ്തപ്പോഴാണ് 6 വീഡിയോ എന്ന് കാണിച്ചത്. 3 വീഡിയോസിന്റെ റിപ്പിറ്റേഷൻ മാത്രമായിരുന്നു, അല്ലാതെ 6 വീഡിയോ ഇല്ലായിരുന്നു. 3 വീഡിയോ ഉള്ളായിരുന്നു. ആ 3 വീഡിയോ ഇപ്പോഴും ഉണ്ട്. ആ ഫോൺ പോലീസിന്റെ കയ്യിൽ ഉണ്ട്. അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ അനിയൻ തന്നെയാണ് അത് കൊടുത്തതെന്നും പറഞ്ഞു. ഈ കൊടുത്ത വീഡിയോയിലൊന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയതായിട്ട് ഇല്ലാഞ്ഞിട്ടാണല്ലോ ഇപ്പോഴും. ആ സിറ്റുവേഷൻ കണ്ടത് ആ പെൺകുട്ടിയുടെ ചിരി ഭയങ്കര മാറ്റമാണ്. ആ പെൺകുട്ടി ഇപ്പൊ ദേഷ്യപ്പെട്ടോ കലിപ്പിച്ചോ അല്ലെങ്കിൽ കരഞ്ഞോണ്ടോ ഒരു വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ശ്രമിക്കുന്നെങ്കിൽ ആൾക്കാർ പറഞ്ഞു അവൾ അഡ്രസ് ചെയ്തു. അവളുടെ ചിരി താങ്ങാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഒരു സ്ത്രീയുടെ ശരീരത്ത് പുരുഷൻ ഇങ്ങനെ തൊടുമ്പോൾ അവൾ ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടില്ലേ? ഇപ്പൊ അതിനെ റിയാക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരുത്തൻ കയറി പിടിച്ചാൽ ചിരിക്കുന്നതിന് ഒന്നില്ലെങ്കിൽ അവൾ അത് എൻജോയ് ചെയ്യുന്നു. ഇത്രയും വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന പുരുഷന്മാർ ഇത്ര ഭംഗിയായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ തോട്ട് പ്രോസസ്സിലാണ് അവർ ചിരിച്ചതെങ്കിലോ?
ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ എന്നെ ഒരു ഐശ്വര്യ ടൂളാക്കി ചെയ്യുന്നത് ഞാൻ ചിരിക്കത്തില്ല. ഞാൻ എന്നെ ഒരു ടൂളാക്കി ഞാൻ ഇത് മനഃപൂർവ്വം എടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ചിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ വ്യക്തിക്ക് ചിരിക്കാൻ പറ്റും, ബിക്കോസ് അവർ കോൺഷ്യസ്ലി ആണ് അത് എടുത്തോണ്ടിരിക്കുന്നത്. അതെ, അത് കോൺഷ്യസ്ലി എടുക്കുന്നത് എന്താണ്, അവർക്കറിയാം ഇതിങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഇയാളെന്ന്. അതിന്റെ കോൺഫിഡൻസ് ആണ് അവരുടെ ഫേസിൽ കണ്ടത്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ വ്യക്തി ഇത്രയും ചെയ്തു എന്നാണോ എന്താണ് ചെയ്തത്? അയാൾ തട്ടി, അയാൾ കയറി പിടിക്കോ, അയാൾ 5 മിനിറ്റില് പീഡിപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 5 മിനിറ്റ് ബസ്സിൽ നിന്ന് തട്ടാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. തട്ടാൻ പറ്റില്ല, തട്ടാം, എന്ത് വേണേ ചെയ്യാം. പക്ഷേ ആക്സിഡന്റലിയും തട്ടാം. ഇപ്പൊ ആക്സിഡന്റ് തട്ടില് മനുഷ്യന്മാര് സ്വയമൊക്കെ പറയാം, അല്ലെങ്കിൽ തിരിഞ്ഞെങ്കിലും ഒന്ന് നോക്കാം. എല്ലാവരും ക്ഷമ പറയണമെന്ന് ഒരു നിർബന്ധം. അതേ സെയിം സാധനം ആപ്ലിക്കബിൾ അല്ലേ എവിടെ? ഷിംജിതയ്ക്കും. എല്ലാരും ഒരേ രീതി പെരുമാറുന്നുണ്ടെങ്കിൽ ഇയാളും ഒരേ രീതി പെരുമാറണമെന്നില്ല. വേണ്ട. പക്ഷേ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോയി ചായേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങോട്ട് ചായിട്ടില്ല, അവർ നിന്ന സ്പേസിൽ നനങ്ങിയിട്ടില്ല സ്ത്രീ. ഫ്രണ്ട് ക്യാമറ ഇട്ട് ഒരു സ്പേസിൽ ക്യാമറ പിടിച്ചേക്കുക, കൈയും കൂടെ ഹോൾഡ് ചെയ്തേക്കുക. ആ ഹോൾഡ് ചെയ്യുന്ന ഗ്യാപ്പാണിത്. അല്ലാതെ അവർക്ക് ഇങ്ങനെ നിന്ന് ഫോട്ടോ വീഡിയോ എടുക്കാതെ അവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അവർ മനഃപൂർവ്വം അത് ഇങ്ങനെ പിടിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഡിസ്റ്റൻസിൽ അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആ ഹോൾഡ് ചെയ്തേക്കുന്ന അവർ ക്യാമറ ഹോൾഡ് ചെയ്യുമല്ല, അവർ ഒരു സ്പേസിലും കൂടെ പിടിച്ചോണ്ടാണ് ഫോൺ പിടിച്ചേക്കുന്നത്, ഉറപ്പാണ്. ആ ഗ്യാപ്പാണ് ഈ കാണുന്നത്. ആ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയിൽ ഇത്ര സ്പേസ് കാണുന്നത് ഭയങ്കര ഡിസ്റ്റൻസും ആംഗിളും ആയിട്ട് തോന്നും. പക്ഷെ അവിടെ നിൽക്കാൻ സ്പേസ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധം ഇല്ല. അതാണ് ഞാൻ ചോദിച്ചത്. ദീപകിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അങ്ങനെയാവാം ഇങ്ങനെയാവാന്ന് പറയുന്ന ഐശ്വര്യ, പക്ഷെ ഷിംജിയുടെ കേസ് പറയുമ്പോൾ അവിടെ അത് അങ്ങനെ ഒരു പുരുഷന്മാർക്ക് ഒരുപാട് സ്പേസുകളിൽ മാറി നിൽക്കാൻ അവർക്കറിയാം. അവര് മറ്റേ സ്ത്രീ തൊട്ട ഉടനെ കേസാണ്, എല്ലാവർക്കും അറിയാം. സ്ത്രീ മറ്റേ അക്യൂസ് ചെയ്യുന്നതാണ്, ചുമ്മാ മറ്റേ മീറ്റു ഫേക്ക് മീറ്റു വരുന്നു, ഈ സാധനങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് നിരന്തരം സംസാരിച്ചുകൊണ്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസിൽ ഒരു സ്ത്രീ അങ്ങോട്ട് കയറി തട്ടുന്ന സമയത്ത് പുരുഷൻ പ്രതീക്ഷിക്കത്തില്ലേ? അയാൾക്ക് ഒരുതരം പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അയാൾക്ക് എല്ലാ പുരുഷന്മാരും ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ അങ്ങോട്ട് തട്ടുന്നത്. ആ തട്ടുന്ന സ്ത്രീകളെ മാറി നിൽക്കുന്ന ഒരു പുരുഷന് മാറ്റി നിർത്തത്തില്ല. എല്ലാരും അവിടെ നിന്ന് എൻജോയ് ചെയ്യാറുണ്ട്. എൻജോയ് ചെയ്യാൻ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഷിംജിത ചിരിച്ചുകൊണ്ടിരുന്നത് ഇത് കാണിച്ചു കൊടുക്കാനാന്നല്ലേ? ഷിംജിത ഈ പറയുന്ന എൻജോയ് ചെയ്യുന്ന പുരുഷന്മാരാരും റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല സ്ത്രീ എന്നെ തട്ടി എന്ന് പറഞ്ഞു. സ്ത്രീ എന്നെ പോലീസ് മറ്റേ ബസ്സിൽ വെച്ച് തട്ടി എന്ന് പറഞ്ഞ ഒരു ബസ്സും പോയിട്ടില്ല പോലീസ് സ്റ്റേഷനിലേക്ക്. അതിനകത്ത് അങ്ങനെ ഒരു പ്രൂഫ് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ സ്ത്രീ പീഡിപ്പിച്ചു ബസ്സേ വെച്ചെന്ന് പറഞ്ഞ ഒരു പുരുഷൻ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഈ പറയാൻ മുന്നേ അവർ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ഒരു പുരുഷൻ ഈ പറഞ്ഞ പോലെ എന്നെ റേപ്പ് ചെയ്തു, അല്ലെങ്കിൽ കയറി പിടിച്ചു, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ പറയുന്ന സൂസൈഡ് റേറ്റ് കൂടുതൽ പുരുഷന്മാർക്കാണ്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ അറിയില്ല. മേ ബി അഡ്രസ് ചെയ്യാൻ അറിയത്തില്ല. അവര് ആൾക്കാർക്ക് പണി കൊടുത്തിട്ട് മരിച്ചു പോകുന്ന ആൾക്കാരെ മിക്കവാറും ആ സ്ത്രീകളാണ് കിടന്ന് കഷ്ടപ്പെടുന്നത് അവസാനം മരിച്ചിട്ട്. കൊച്ചുങ്ങളെ നോക്കണം, പൈസ ഇല്ല, കഷ്ടപ്പാട്. മേ ബി യു ഹാവ് സം ട്രോമാസ്. Everybody has trauma. Everybody has. Question, when I listen to your question, I feel like you are a rigid person who's believing in morality. Maybe. So you are addressing me from there. Then you can say that I have trauma. No. Why I'm telling like that? Because you can't just directly say that to someone that you have trauma. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? യു ഹാവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെയാണ്, ട്രോമ അഡ്രസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇല്ല. ഞാനും എക്സ്പീരിയൻസ് വേറെയാണ്, എക്സ്പീരിയൻസ് പറയുന്ന വേറെയാണ്. സമ്മതിച്ചു. പക്ഷേ അക്യൂസേഷൻ ടുവേർഡ്സ് സംബഡി, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റിനെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാധനമാണ് ഈ ട്രോമ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പൊ ഐശ്വര്യ പറഞ്ഞൊരു ഇതുണ്ട്, പുരുഷന്മാർ ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഇതാണ്, ഇതിങ്ങനെയാണ്. മേ ബി അത് അങ്ങനെ ആവില്ല. എനിക്ക് പുരുഷന്മാരുടെ കയ്യിൽ നിന്നുണ്ടാവുന്ന പ്രശ്നം ഞാൻ പറയുന്നത്, എനിക്ക് പുരുഷന്റെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ ബസ്സേ കയറിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇങ്ങനൊന്നുമല്ല. ഞാൻ ഇങ്ങനെയല്ല. ഞാൻ അവരോട് കാര്യമായിട്ട് ചോദിക്കാറുണ്ട്, ചേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന് കിട്ടുന്നതെന്ന് ചോദിച്ചു. ഒത്തിരി അതിനു മുമ്പ് ഞാൻ ഇടിച്ചിട്ടുണ്ട്, അതിനു മുമ്പ് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനു മുമ്പ് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. ദർ ഇസ് നോ റെസ്പോൺസ് ഫ്രം ദ പബ്ലിക്. I haven't seen any response from the public. ഞാൻ ഈ കാര്യത്തിൽ കാലത്തിനിടയിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ധൈര്യമായിട്ടാണ് നിന്ന് റെസ്പോണ്ട് ചെയ്യുന്നത്, ഒരു പുരുഷന്മാരും സപ്പോർട്ട് ചെയ്യില്ല. വേറൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകൾ അയ്യോ അയാൾ എന്നെ തട്ടി എന്ന് പറയുമ്പോൾ തന്നെ രക്ഷകന്മാരായ ഒരുപാട് പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന്റെ സൈക്കോളജി എന്ന് പറയുന്നത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു സ്ത്രീ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്നെ പറ്റില്ല, എന്റെ ബോഡി ലാംഗ്വേജ് പറ്റില്ല, അവൾക്ക് ട്രോമ, അവൾ മറ്റേ പുരുഷവിരോധിയായി. ഇല്ല, അങ്ങനെ പുരുഷവിരോധമോ എനിക്ക് ട്രോമയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് പോകത്തില്ല.
ഞാൻ ഒരു റിലേഷൻഷിപ്പിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഈ ഒരു പുരുഷൻ എന്നെ അഡ്രസ് ചെയ്യാനും എന്റെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ബഹുമാനം തരാനും അല്ലെ ഞാൻ കൊടുക്കുന്ന രീതിയിൽ ബഹുമാനം തരാനും തയ്യാറാണെങ്കിൽ പൂർണ്ണമായും കൺവിൻസ്ഡ് ആണെങ്കിൽ എനിക്ക് വേറെ റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. ഇഫ് ഐ എം ബ്രേക്കിംഗ് അപ്പ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ഐ ഫീൽ ലൈക്ക് they are not respecting me, it's not because I don't like men and I'm getting into another relationship with a man only, and if I'm a traumatized person, why should I go behind men? എനിക്ക് 5 വയസ്സിലുണ്ടാവുന്ന ട്രോമേനെ ഇപ്പൊ അഡ്രസ് ചെയ്യണ്ട. 5 വയസ്സുള്ള ട്രോമേനെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യമുള്ള എനിക്ക് ട്രോമയാണെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്ത്രീകളൊക്കെ വല്ലാത്ത ട്രോമയിലാണ്. പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അഡ്രസ് ചെയ്ത് ഈ ട്രോമകളെ ആൾക്കാർ നിരന്തരം എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളിട്ട് വിഴുപ്പിട്ട് അലക്കി നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വ്യക്തിയോട് നമുക്ക് എന്താ പ്രശ്നം. ഞാൻ എനിക്ക് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള സ്പേസുകളിലെ വ്യക്തികളോട് ഞാൻ നേരിട്ട് പോയിരുന്നു സംസാരിച്ചു, ഇൻക്ലൂഡിങ് മൈ ഫാദർ. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കാരണം തലകുനിച്ച് നടക്കേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ സ്പേസ് ബിൽഡ് ചെയ്ത് നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ തലകുനിച്ചിരിക്കുന്ന കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നിയത് എന്റെ കയ്യിൽ തെറ്റില്ല. അതുവരെ എന്റെ സമൂഹം എന്റെ വീട്ടുകാരെ എന്റെ സമൂഹം പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് നിന്റെ കുഴപ്പം കൊണ്ടാണ്, നിന്റെ അടുക്കലേ വരുന്നുള്ളല്ലോ, വേറെ ആരുടെ അടുക്കലും ചെല്ലുന്നില്ലല്ലോ. ഞാൻ വിചാരിക്കും ഇത് ശരിയാണല്ലോ. അതൊരു പുരുഷൻ മാത്രമല്ല അബ്യൂസ് ചെയ്തേക്കുന്നത്, സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളുടെ കയ്യിൽ നിന്നും മിസ്ബിഹേവ് എനിക്ക് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെ പുരുഷ വിരോധിയാകും? ഞാൻ സ്ത്രീ വിരോധിയാകണമല്ലോ. എനിക്ക് സ്ത്രീകളോട് പ്രശ്നം ഉണ്ടാകണല്ലോ. ഞാൻ ഒരുപാട് സ്പേസുകളിൽ ഇപ്പൊ പറയുന്ന വേറെ പല പല ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഞാൻ എല്ലാവർക്കും എതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ. അപ്പൊ അതിന്റെ ട്രോമ എന്ന് നിങ്ങൾ പറയുമ്പോൾ I'll say like all this I have to address you in a different way, but my dignity and my respect is not allowing you. Even I am also like അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ദീപക് died because of depression only. കണ്ടിന്യൂസ് ഡിപ്രഷൻ. അയാളുടെ ഭാര്യ അയാളുടെ കുട്ടിയുടെ അവസ്ഥയൊന്നും നിങ്ങൾ അന്വേഷിക്കുന്നില്ല. അപ്പോ നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് മേലെയാണോ അപ്പൊ കോടതി നിയമം പോലീസും? അങ്ങനെയാണെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്താൽ മതിയല്ലോ. കോടതി നിയമമൊക്കെ ഓൾറെഡി ആയി ഷിംജിത തെറ്റുകാരിയാണെന്നും ദീപക് പുണ്യവാളനാണെന്നും വിധി കൽപ്പിച്ച് സമൂഹം പറഞ്ഞൊരു സ്പേസിൽ മാത്രമാണ് ഞാൻ എന്റെ സ്പേസ് അഡ്രസ് ചെയ്തത്. ആസ് ഓഫ് നൗ ഇപ്പൊ ഉള്ള വീഡിയോസിലും പ്രൂഫിലും കാര്യങ്ങളിലൊന്നും എന്താണ് കറന്റ് സിറ്റുവേഷൻ നിൽക്കുന്നത്? ദീപക് ആത്മഹത്യ ചെയ്തു. വൈ? ബിക്കോസ് ഓഫ് ദീസ് സോഷ്യൽ മീഡിയ വീഡിയോ പോസ്റ്റ് ചെയ്തതിലും ഒരു എന്താ പറയാ വ്യൂസിനും റീച്ചിനും വേണ്ടിയിട്ട് ഇല്ലാത്തൊരു പരിപാടി, അതായത് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി ആ പാവം മരിച്ചുപോയി. ഇങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതിനകത്ത് താങ്കൾ തികച്ചും, അതായത് ഇപ്പോ നമ്മുടെ ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടിയിട്ടില്ല അല്ലെ, പക്ഷെ സംസാരിക്കുമ്പോ ഇൻ യുവർ കൺസെപ്റ്റ് ഇപ്പൊ തോന്നുന്നു, ഇപ്പൊ ആ വീഡിയോ കണ്ടു എന്നും പറഞ്ഞു. അപ്പൊ പുള്ളി അതങ്ങനെ ചെയ്തിട്ടുണ്ട്, ഷിംജിതയുടെ ഭാഗത്ത് തെറ്റില്ല. എന്താണ് ഐശ്വര്യയുടെ ആ ഒരു കൺക്ലൂഷൻ വരുന്നത് ഈ ഒരു കേസിൽ? എന്തായത് ഷിംജിത ഇപ്പൊ റിമാൻഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സ്പേസും ഷിംജിത അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യവും ഷിംജിത ഒരു വീഡിയോ മിസ്യൂസ് ചെയ്തതിന്റെ പേരിലും വീഡിയോയിൽ ഉണ്ടായ കണ്ടന്റ് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ കണ്ടന്റിനെ അവർ പബ്ലിഷ് ചെയ്ത സ്പേസിൽ നിന്ന് ഒരു വ്യക്തിയുടെ മരണം ഉണ്ടാകുകയും ആ മരണം ഉണ്ടാകാനായിട്ട് ഇത്രയും മോബിന്റെ വ്യൂവും ബാക്കി കാര്യങ്ങളും ഒക്കെ സപ്പോർട്ടായി നിൽക്കുന്ന സമയത്ത് then when it happens someone is giving a case saying like this is a thing. കേരളം മൊത്തം ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതൊരു മോബ്, കാരണം ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഒരു സ്ത്രീ ഇങ്ങനെ കാണിക്കുന്നതിനെതിരെ പറയാൻ വേണ്ടിട്ട്. അല്ല, അത് സോ ഡെസ്പറേഷൻ ആണ്. ഇത് പ്രീ ജഡ്ജ്മെന്റലോ? I'll give you the data and discussions on previous things. ഞാൻ ചോദിക്കട്ടെ, തിങ്സിലുള്ള ആളുകള് സ്ത്രീകളെയും ഒരു പ്രശ്നം വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് പ്രശ്നം അവള് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇയാൾ വന്ന് തട്ടുന്ന് പറഞ്ഞ വീഡിയോ എടുക്കാൻ. ഇവിടെ ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്പേസ് ന്യായീകരിക്കാൻ പറ്റണം. What is this bias? I don't understand. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആളുകൾ ഒന്നാമത് ആ വീഡിയോയിൽ ഒരു സാധനവും കാണുന്നില്ല. ഉണ്ടല്ലോ, എന്താ കണ്ടത്? സ്ത്രീ നിന്ന് സുഖിക്കുന്നു. അത് കണ്ടിട്ടില്ല. ഞാൻ പറയില്ല, എനിക്ക് എല്ലാ ആളുകളുടെയും കമന്റും You didn't see that? ഞങ്ങൾ ചർച്ചയിലിരിക്കുമ്പോ തൊട്ട് പുറകിലിരിക്കുന്ന പ്രായമുള്ള ആൾക്കാർ പറയുന്നത്, ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഇതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുഖിക്കാൻ വേണ്ടി നിന്നു കൊടുത്തതാണ്. അതാണ് അവരുടെ പ്രശ്നം.
വ്യൂ സുഖിക്കാൻ വേണ്ടിട്ട് നിന്ന് കൊടുക്കുന്ന വ്യൂസും റീച്ചും ആയിരുന്നു ആളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ പിന്നെ അത് വീഡിയോ മാത്രമല്ലല്ലോ പറഞ്ഞേക്കുന്നത്, അത് മാത്രമല്ലല്ലോ സമൂഹം അഡ്രസ് ചെയ്തേക്കുന്നത്. അവര് മനഃപൂർവ്വം അവിടെ നിന്ന് അവര് അത് മനഃപൂർവ്വം ചെയ്തതാണ് അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വേറെ ആരെങ്കിലും അവർക്ക് നോക്കിയാൽ പറയുന്നു വാട്ട് ഇസ് ദിസ് പർട്ടിക്കുലർലി ഈ പേഴ്സൺ എന്തുകൊണ്ട് അവരെന്തുകൊണ്ട് ഈ ആൾ ആരാണെന്ന് ചോദിച്ച് വീണ്ടും അതിരുന്നത്. ഈ വ്യക്തിയെ പറ്റിയിട്ട് ഒരു അയ്യോഭാവം മനുഷ്യനാണ് കേട്ടെടുത്തോളം. എനിക്കറിയില്ല. I am not no one to say maybe you know more about ഷിംജിത. അറിയില്ല. ദീപകിനെ കുറിച്ച് ഞാൻ കൂടുതൽ എൻക്വയറി ചെയ്തത് എനിക്ക് കിട്ടിയേക്കുന്ന റിപ്പോർട്ടിൽ അയാൾ ഒരു ഡിവോഴ്സിയാണ്. അയാൾക്ക് അയാളുടെ ഭാര്യനെ അതൊക്കെ അയാളുടെ പേഴ്സണൽ മാറ്റർ ആണോ നമുക്ക് ഷിംജിതയുടെ പേഴ്സണൽ മാറ്ററാണ്. അവരുടെ ഇട്ടിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നത് പേഴ്സണൽ മാറ്ററാണ്. അവർക്കുണ്ടായ ടച്ചാണ് അവർ അഡ്രസ് ചെയ്തത്. സമ്മതിച്ചു. അപ്പൊ കുറച്ചും ഐശ്വര്യ പറഞ്ഞത് ഉദ്ദേശം മാതിരി ഐ മീൻ പോസിറ്റീവ് കമന്റ്സ് ഒന്നും വരാത്ത കാരണം ഡിലീറ്റ് ഉദ്ദേശം മാതിരി എന്നല്ല. ഒരു മനുഷ്യൻ നിരന്തരമായ വൃത്തികെട്ട കമന്റ് വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിച്ചതല്ല കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ചാണ് ശ്രീജിത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ ഷിംജിത്തെ കുറിച്ച് ഞാൻ എന്റെ ബുദ്ധിക്കല്ല ഷിംജിത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ ഷിംജിതനെ കാണുന്നത് ഷിംജിതയുടെ വീട്ടിൽ ഷിംജിത എങ്ങനെയാണോ അവരുടെ ചുറ്റുപാട് അവരെ എങ്ങനെ കാണുന്നോ അവരെ ഇത്ര കാലം ജീവിച്ചിരുന്ന സ്പേസ് എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം ഇപ്പൊ സംസാരിക്കുന്നത്. ഇന്നലെ വരെ അതുപോലും എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നലെ രാത്രി വരെ എനിക്ക് ആ ഏരിയ പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അവരതല്ല ചെയ്തത്. അത്രയും ക്ലിയർ ആയിട്ട് അറിയാം. ഇതിനു മുമ്പ് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ ടച്ച് റോങ് ആണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയാം, അതിനകത്ത് ഞാൻ മാറ്റില്ല. ഷിംജിതനെ ഇനി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെന്ന് വെച്ചോ, അപ്പോഴും എന്റെ വാക്ക് മാറില്ല. ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. നിയമത്തിനെ ഞാൻ പറയുന്ന നിയമം എപ്പോഴും നല്ലതായിട്ട് നടക്കുന്നോ നിയമം കൃത്യമായി നടപ്പിലാക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റിനുള്ളതെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിയമത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എടുത്തെടുത്ത് ഇത് പറയുന്നത് ഭരണഘടനാ നിയമം എന്ന് പറയുന്നത് വേറെയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോടുള്ള നമ്മളെ വിശ്വാസം വേറെയുമാണ്. അത് രണ്ട് സ്പേസ് ആണ്. അപ്പൊ ആളുകൾ മാറുന്ന അനുസരിച്ച് അതിന് മാനിപ്പുലേഷൻ സംഭവിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് മാത്രമല്ല ഞാൻ അന്വേഷിച്ച സ്പേസിൽ നിന്ന് ഇവർ കൃത്യമായ ലീഗൽ ഒരു സ്പേസിൽ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തെറ്റേ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇപ്പൊ അവര് പോലും പുറത്തു വരാൻ തയ്യാറല്ല. അവരോട് സംസാരിച്ചപ്പോ അവർ പുറത്തു വരാൻ തയ്യാറല്ല. അപ്പൊ മോബ് എന്ന് പറയുന്നത് മോബ് വയലൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അതൊരു തെറ്റാണ്. ടു ടോക്ക് ടു മീ ഓൾസോ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായി. ഇതിപ്പോ ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് ഐശ്വര്യയുടെ പോയിന്റ് ഓഫ് വ്യൂവില് എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ പറയുന്നുണ്ടാവും? ഞാൻ പെർസെന്റേജ് നോക്കിയിട്ടില്ല. പക്ഷെ എന്തിനാണ് അങ്ങനെ ഗസ് ചെയ്യാലോ? ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോൾ മെജോറിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ല. അതിനകത്ത് 10 പേരോ 200 പേരോ 500 പേരോ 100 പേരോ 1000 പേരോ 10000 പേരോ അഡ്രസ് ചെയ്യുന്നുണ്ട്. അത്രയും പേരും മാറ്ററാണ് ഈ സമൂഹത്തിൽ. ദീപകിന്റെ ഒരാള് മാറ്ററാണെങ്കിൽ ഈ പറയുന്ന 10 പേരോ 100 പേരോ 1000 പേരും മാറ്ററാണ്. അപ്പോ ഇപ്പൊ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ദീപക് 45,000 വിഡ്രോ ചെയ്ത കാര്യം ഈ ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് പൈസകൾ പല ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ന്യൂസും കൂടി ഇപ്പൊ വരുന്നത്. അങ്ങനെ ഒരു ന്യൂസ് മാത്രം അത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ ഇതിന് മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്നോ ഇയാളുടെ ഭാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഇവർ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രശ്നം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം മരിച്ചുപോയി. ഒന്നാമത്തെ കാര്യം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ആരാണ്? ഇവിടെ ഈ ഒരു പൈസ ട്രാപ്പിന്റെ കാര്യം എല്ലാം വരുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഷിംജിതയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു സംഭവം ഇങ്ങനെയാണല്ലോ സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ള രീതിയിൽ. പക്ഷെ കോടതി മുമ്പാകെ ഉൾപ്പെടെ ഈ കാണുന്ന വീഡിയോസിൽ ഒന്നും ഒരു പ്രശ്നം കാണാത്ത ഇടത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിനെ അഡ്രസ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു സ്ത്രീ ചിരിച്ചോണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയാൻ എത്ര റൂട്ടഡ് ആണ് നമ്മുടെ തലയിലെ മൊറാലിറ്റി എന്നാണ് ചിരി എന്ന് പറയുന്നത് വൃത്തിയായിട്ട രീതിയിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു സ്ത്രീനെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതിനെ പോളിഷ് ചെയ്തെന്ന് പറഞ്ഞാലും കാര്യമില്ല ദേവു. ഇത് ആ ഒരു ഒബ്ജക്ടിഫൈങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അവരുടെ ചിരി എടുക്കാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞ ഒരു കാണിച്ച മണ്ടത്തരമായിരുന്നു. ചിലപ്പോ ഒരു വികാരം വേറൊരു വികാരം കാണിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ വീഡിയോ എടുത്തിരുന്ന ആൾക്കാർ വേറെ രീതി പറഞ്ഞേനെ. മേ ബി ഓഫ് കോഴ്സ് നമുക്ക് രണ്ടുപേർക്കും രണ്ട് പെർസെപ്ഷൻ അല്ലെ. അപ്പൊ എനിക്ക് ഒരു കാരണവശാലും ആ ഒരു ടച്ച് ചെയ്യുന്ന അതൊരു ടച്ച് ആയിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ട് മേ ബി ഇപ്പൊ ബാഗ് എടുക്കുന്നുണ്ട്, ബാഗ് എടുത്ത് പർപ്പസ്ഫുള്ളി പോകുന്ന പുരുഷന്മാരുണ്ട്, മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ സ്ത്രീകളുടെ ദേഹത്ത് തട്ടുന്ന സ്ത്രീകൾ ബാഗിൽ നിന്ന് ഫോൺ എടുക്കുമ്പോഴൊക്കെ പുരുഷന്മാരുടെ മേത്തും തട്ടുന്നുണ്ട്. അപ്പൊ ഐശ്വര്യ പറയുന്നത് എന്താണ്? പുരുഷന്മാരുടെ ദേഹത്ത് തട്ടുമ്പോൾ സ്ത്രീകളുടെ നിതംബം അല്ലെങ്കിൽ മാറിടം എന്ന് പറയുന്നതിനെ പുരുഷൻ കാണുന്ന പോലെ അല്ല. സ്ത്രീ എന്തായാലും അയാളുടെ മാറിടത്തെയോ അല്ലെ നിതംബത്തെയോ അത് രണ്ടും ഇല്ല അവിടെ. മനസ്സിലായോ? സ്ത്രീയെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പുരുഷന്റെ നെഞ്ചത്ത് തൊടുന്നു, അതുകൊണ്ട് ഒരു പുരുഷൻ എന്റെ നെഞ്ചത്ത് തൊടുമ്പോൾ നമ്മൾ ഒരേ രീതിയിലാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വിത്തൗട്ട് പെർമിഷൻ ഇപ്പോ ഞാൻ ഒരു പുരുഷനെ തട്ടുമ്പോൾ സോറി പറയുമ്പോൾ അയാൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. പക്ഷെ ഒരു സ്ത്രീനെ തട്ടുമ്പോൾ പുരുഷന്റെ മുഖത്തുണ്ടാകുന്ന ഒരു സാധനം അത് അവരുടെ ഇങ്ങനെയാണ്. കാരണം അതിനെ അവർ അങ്ങനെയാണ് കാണുന്നത്.
ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ജനറലൈസ് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത്? അല്ല, എല്ലായിടത്തും എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോ അങ്ങനെ സോറി പറയുന്ന പുരുഷന്മാരും ഉണ്ട്. ഇപ്പൊ ഒരു പെർമിഷൻ ഇല്ലാതെ പുരുഷന്റെ ശരീരത്തിലും ഒരു സ്ത്രീ തൊട്ട പുരുഷൻ റിയാക്ട് ചെയ്യില്ലേ? റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നേരത്തെ എന്താ പറഞ്ഞത്? പുരുഷന്മാര് റിയാക്ട് ചെയ്യില്ല. അങ്ങനെയല്ല പറഞ്ഞേ. പുരുഷന്മാര് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല അതിന്റെ പേരിൽ ഇതുവരെ. കംപ്ലൈന്റ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പൊതുവെ പ്രൂഫ് ഇല്ലാത്തതിന്റെ ഒരു വിഷയം വരുന്നുണ്ട്. എല്ലാവരും പ്രൂഫാണ് നോക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ പ്രൂഫ് എവിടെ എന്നുള്ളൊരു ചോദ്യം വരും. അതേപോലെ ലീഗൽ വൈസ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, ആരും ആയിക്കോട്ടെ, മനുഷ്യൻ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ആ ഒരു സപ്പോർട്ട് കുറവുകൊണ്ടൊക്കെ ഒരു ടൂൾ ആയിട്ടാണ് ഈ ഒരു വീഡിയോസിനെ സ്ത്രീകൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പ്രൂഫിനായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള വീഡിയോ എടുക്കുക എന്നുള്ള ഡിസ്കഷൻ വന്നത് എപ്പോഴാണ്? ഈ ഒരു ഇൻസിഡന്റിലാണ്. കാരണം എന്ന് വെച്ചാൽ അതിൽ കാണുമ്പോ കേരളത്തിലെ മനുഷ്യന്മാരെ ഇപ്പൊ പറയുന്നുണ്ട് യുനോ ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും ആലോചിച്ചതാണ് ആ സ്ത്രീ ചിരിക്കാതെ വെറുതെ ശരിയല്ല വിഷയം. എനിക്കത് പേഴ്സണലി ആ ഒരു ടച്ച് ആയിട്ട് തോന്നിയിട്ടില്ല. ടു ബി ഫ്രാങ്ക് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് അത് തോന്നിയിട്ടുണ്ട്. അത് താങ്കളുടെ പെർസെപ്ഷൻ. പെർസെപ്ഷൻ ആണ്. കാരണം നമ്മൾക്ക് രണ്ടിനും ഉണ്ട്. അതിനെ അംഗീകരിക്കുക എന്നുള്ളൊരു മ്യൂച്വൽ സ്പേസിന് അപ്പുറത്തേക്ക് ഷിംജിതിനെ സമൂഹം എല്ലാവരും തള്ളി പറയുന്നു. അതുകൊണ്ട് നമുക്കും തള്ളിപ്പറയാം. ഞാൻ ദീപകിനെ തള്ളി പറയുമല്ല. ദീപകിന്റെ മരണത്തിനെ എംപതൈസ് ചെയ്തുകൊണ്ടും അവരുടെ വീട്ടുകാരുടെ ഫീലിംഗ്സിനെ എംപതൈസ് ചെയ്തുകൊണ്ടും അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ടത് ഇവൾ എടുത്ത വീഡിയോയിലെ എക്സ്പ്രഷൻ വെച്ചല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എക്സ്പ്രഷന്റെ കാര്യം ചീപ്പ് മാർക്കറ്റിംഗ് സ്റ്റണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ മാർക്കറ്റിംഗ്. മരിച്ച ദീപക് ഒരു വാക്കുകൾ കൊണ്ടുപോലോ ഈ ഒരു കാര്യത്തെ മെൻഷൻ ചെയ്യാതെ ആത്മഹത്യയെ കുറിച്ച് പോലും എഴുതി വെക്കാത്തടുത്ത് നാട്ടുകാർക്ക് ഭയങ്കര ഉറപ്പാണ് ഇത് ഷിംജിത കാരണമാണെന്ന്. ബിക്കോസ് ഓഫ് ദിസ് മേബി അറ്റ് ദാറ്റ് മൊമെന്റ് ഹി ഗോട്ട് എ പുഷ് ടു ഡു ദാറ്റ് ബിക്കോസ് ഓഫ് ദിസ്. അതുകൊണ്ടായിരിക്കും ബിക്കോസ് ഓഫ് ദ വീഡിയോ. അതിന് മുമ്പ് ഡിപ്രഷനിലല്ലാന്ന് ഞാൻ പറയത്തില്ല. ഡിപ്രഷനിലുള്ള ഒരു മനുഷ്യന് ഈ ഒരു പുഷ് കിട്ടിയാൽ അയാൾ ഡിവോഴ്സ് ചെയ്ത ഒരു മനുഷ്യന് അയാൾക്ക് വേറെ ഡിപ്രഷൻ ഇല്ലായിരുന്നു. ഒരു സ്ത്രീ വന്ന് തട്ടി അയാൾ ഇതിന്റെ പേര് വീഡിയോ ഇട്ടെന്റെ പുറത്താണോ? ഐ ഡോണ്ട് തിങ്ക് ദോസ് തിങ്. അയാളുടെ അമ്മയോട് പറഞ്ഞു പുരുഷനെയും സ്ത്രീയും തിരിച്ചറിയാൻ വല്ലാത്ത പ്രായവും എന്നെ ആൾക്കാർ പീഡിപ്പിക്കുന്ന സ്ഥലം കയറി വരാൻ അത്രയും ബോധമുണ്ടല്ലോ അയാൾക്ക്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള സാധനങ്ങളെ വളരെ കോൺഷ്യസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അങ്ങനെയാണ് അമ്മേനെ കാണുന്നെങ്കിൽ ഭാര്യനെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ സമൂഹത്തിൽ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഇതിന്റെ ഒന്നും ഒരു സൈക്കോളജിക്കൽ അവസ്ഥയില്ലാതെ അയാൾ മരിച്ചുപോയി. അതുകൊണ്ട് അയാൾ ചെയ്തത് ശരിയാണെന്ന് ന്യായീകരിക്കാനോ അത് കണ്ടിട്ട് തോന്നുന്നില്ല. അവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ടും തോന്നുന്നില്ല. ഇതൊക്കെയാ പറയുന്നത്. നോ, ഇവിടെ എക്സ്പ്രഷനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടില്ല. ഇവിടെ മാറ്ററാണ് ദൈവം. എല്ലാ ആദ്യം മുതലേ മാറ്ററാണത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഒരുത്തൻ കയറി പിടിക്കുന്നു എന്ന് പറയുന്നു, ഇവള് ചിരിക്കുന്നു, എന്താണെന്നാണ് തോട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഞാനിപ്പോ ഹാർഡ് കോർ ഡിപ്രഷനിൽ ഇരിക്കുകയാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരുട്ടാ ചുറ്റും. അപ്പൊ ഇങ്ങനെ എനിക്കൊരു ത്രെട്ടോ കാര്യങ്ങളോ വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഞാൻ അറിയാത്തൊരു സംഭവത്തിൽ ഞാൻ ഇടയാവേണ്ട സിറ്റുവേഷനിൽ വന്നാൽ മേ ബി ഞാൻ ഒരു പക്ഷേ സൂസൈഡിനെ പറ്റി ചിന്തിക്കും. പക്ഷെ ആരാണ് പോസിബിലിറ്റി ഞാൻ പറയാം. ഇയാള് ഇതേ സീനില് ഇത് ചെയ്തു പോയി ഇത് റിവീൽ ചെയ്യപ്പെടുമോ ഇതെനിക്ക് പറയാനും ജസ്റ്റിഫൈ ചെയ്യാനും ഒരു കാര്യം പറയരുത്. ഞാൻ കണ്ട കാര്യം നിങ്ങൾ അറിഞ്ഞോ ഇയാൾ ഇത്രയും ക്രോണിക് ഡിപ്രഷനിലായിട്ട് ഡൗൺ ആയിരുന്നെന്ന്? ഡിപ്രഷനിലാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഇരുട്ടായിട്ട് ആൾ ചെയ്തു പോകുമെന്ന് നിങ്ങൾ പറയുന്നത് ഇങ്ങനൊരു കാര്യം വന്നാൽ ചെയ്തു. അതേ സ്പേസിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വ്യക്തി ഡിപ്രഷനിൽ ഇരുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്തു. എനിക്ക് എന്റെ കാഴ്ചയിൽ അയാൾ തട്ടിയതാണ്. അല്ലെങ്കിൽ എന്നെ കൂട്ട് പലരുടെയും കാഴ്ചയിൽ അത് തട്ടിയത് തന്നെയാണ്. ദൈവന്റെ കാഴ്ചയിലും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ കാഴ്ചയിലും അത് ചിലപ്പോൾ തട്ടിയതല്ലായിരിക്കാം. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അഡ്രസ് ചെയ്യുന്ന സ്പേസിനെ ഡിനേ ചെയ്തുകൊണ്ടാകുമ്പോഴാണ് നമുക്ക് വോയിസ് റേസ് ചെയ്യേണ്ടി വരുന്നത്. യു ക്യാൻ സേ ദിസ് ബിക്കോസ് ദ മെജോറിറ്റി വിൽ സപ്പോർട്ട്. ഐ എം റേസിംഗ് മൈ വോയിസ്. ഞാൻ ദേവുവിനെ പെർട്ടിക്കുലർലി അല്ല, ഞാൻ ഒരു ഇഷ്യൂനെയാണ് പറയുന്നത്. ഈ ഒരു ഇഷ്യൂ പറയുമ്പോൾ ദേവുവിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ആയിരിക്കില്ല എനിക്ക് കിട്ടുന്ന റോസ്റ്റിംഗ്. ഈ വീഡിയോയിൽ സപ്പോർട്ട് വേണ്ട. വീഡിയോയുടെ കാര്യമല്ല ഞാൻ അഡ്രസ്, ഞാൻ ഒരു മാറ്ററിന്റെ കാര്യം. എനിക്കറിയാം എന്താണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് എനിക്ക് ഗസ് ചെയ്തൂടാ? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തൊരു സ്പേസിൽ നിന്ന് ഞാൻ തുടങ്ങി. അവിടെ തുടങ്ങിയത് നിങ്ങൾ എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ പറയൂ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ടോക്കിന്റെ ആവശ്യമില്ല. കാരണം പോയിന്റ് ഇത്രയും നേരത്തെ സംസാരത്തില് ടോക്ക് ഈസ് ലൈക്ക് ഇപ്പൊ ഈ സിറ്റുവേഷൻ പറഞ്ഞു, അയാള് ഇങ്ങനെ അമ്മോട് സംസാരിച്ചില്ല, കാര്യങ്ങളെല്ലാം പറഞ്ഞു.
അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള വിഷയം കൊണ്ടാവാം. അപ്പൊ ഇതിന് പുറകെ ഇപ്പോ ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു പൈസയുടെ കാര്യമോ 45,000 എടുത്തു വെച്ച കാര്യവും അതിൽ ചില ആൾക്കാർ പറയുന്നു കീടും ബുദ്ധിയാണ് ഇത് കേട്ടോ. മറ്റേ 45 രൂപ അയാൾ എവിടുന്ന് എടുത്തോണ്ട് ബസ്സിൽ കയറുന്നു, എന്നിട്ട് അയാൾ പോയി വിഡ്രോ ചെയ്യുന്നു. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം ആ ഷിംജിത ഇയാളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നോ ഇയാളെ വെച്ചിട്ട് ഇങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല. ഓൾറെഡി ഒരു പോലീസുകാരനെ വിളിച്ചു എന്ന് പറയുന്നത് എന്താ പ്രൂഫ് നിങ്ങളുടെ കയ്യില്? ഷിംജിത തെറ്റുകാരിയല്ല, അയാൾ അത് ചെയ്തതെന്നുള്ളത് എന്റെ കാഴ്ചയിൽ അത് ക്ലിയർ. അപ്പൊ ഈ ജാമ്യം കൊടുക്കാത്ത ജഡ്ജി ആരാ? അപ്പൊ അവരുടെ കാഴ്ചപ്പാടാണ്, അത് വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്. നാളെ ഞാനായിരുന്നു ജഡ്ജിങ്കില് ഞാൻ അതിന് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ കൊടുക്കും. ഇത്രയും നേരത്തെ സംസാരത്തിലേക്ക് മനസ്സിലായ കാര്യം, ഇൻ കേസ് ഐശ്വര്യാണ് ജഡ്ജി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വശങ്ങൾ നോക്കി ഞാൻ കൊടുക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ദീപകിനെ കൂട്ട് പറയുന്ന ഷിംജിത മരിച്ചു പോകണം. അത് പറഞ്ഞ ജനങ്ങളാണ് മൊത്തം. അവിടുന്നാണ് ഞാനിത് അഡ്രസ് ചെയ്തത്. അങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ടായിട്ടില്ല. അവള് മരിക്കണോന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളല്ല ഞാൻ ചോദിച്ചത്. ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ നമ്മുടെ രണ്ടിന് പേഴ്സണൽ സ്പേസ് സോഷ്യൽ മീഡിയയിൽ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ വ്യക്തി മരിച്ചുപോയി. ആ വ്യക്തി മരിച്ചു പോകാൻ ഇവിടെ ആകെ മൊത്തം പുറത്തോട്ട് വന്നിരിക്കുന്ന ഒരു പിക്ചർ, ഈ വീഡിയോ, അതായത് ഒരു ഫ്രണ്ടിന്റെ വർത്താനം ഉണ്ടായിരുന്നു. ആദ്യം വിളിച്ചപ്പോ കേസ് ഫയൽ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 9:30 അപ്പൊ വിളിച്ചിട്ട് രണ്ടാമതൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇത് ചെയ്തതെന്നാണ് ഔട്ട് വന്നിരിക്കുന്നത്. സൂസൈഡ് ചെയ്തെന്നുള്ളൊരു ഔട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഈ വീഡിയോ വരുമ്പോൾ അതിനകത്ത് നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പുരുഷന്മാർ കയറി പിടിക്കുന്നതും എല്ലാ രീതിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം, എനിക്ക് ബാഗ് എടുത്തിട്ട് ഇല്ല, അതൊരു ടച്ചിന് വേണ്ടിയിട്ടുള്ള ബാഗ് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? ഞാൻ എല്ലാരെയും അല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ടച്ച് ചെയ്ത ഒരാളെ കണ്ടിട്ടാണ് പറഞ്ഞത്. അയാളുടെ കൈ തട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ വഴിയെ പോയ ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് അയാൾ ബാഗും കൊണ്ട് പോകുന്നോണ്ട് അവൻ അതാണെന്ന് ഞാൻ പറയില്ല. അല്ല ആ ബസ്സിൽ നിന്ന് ബാക്കി എല്ലാരും ബാഗ് ഉണ്ടെങ്കിൽ അവരാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത് കൃത്യമായി സ്റ്റോപ്പ് ചെയ്തേക്കുന്ന ഒരു ബസ്സിൽ സ്റ്റില്ലായി നിന്നൊരു വ്യക്തിയുടെ ദേഹത്ത് ഒരു പ്രാവശ്യം തട്ടി അയാൾ പാളി നോക്കുകയും ചെയ്ത് അയാൾ അതിനെ അഡ്രസ് ചെയ്യാതെ വീണ്ടും 2 പ്രാവശ്യം കൂടെ ഒരേലുണ്ടായി. ആ ഒരു സ്പേസ് ആളുകൾ അവോയ്ഡ് ചെയ്യുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പുരുഷന്മാർ അവോയ്ഡ് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള എത്തിക്സ് ഉള്ള മറ്റേ ഡീസന്റ് ആയിട്ടുള്ള പുരുഷന്മാർ അത് ചെയ്യാറുണ്ട്. അവർ അഡ്രസ്സും ചെയ്യാറുണ്ട്. സേ സോറി. ഞാൻ പുരുഷ സമൂഹത്തെ മൊത്തമല്ലല്ലോ പറയുന്നത്. ദീപക് ബാഗ് എടുത്തു 2 പ്രാവശ്യം സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ ആ ബസ്സിലുള്ളവർ ആരും ഒന്നും ഈ ചെയ്യത്തില്ല. ഇത്ര കാലം എനിക്കറിയാം. ഇപ്പൊ വെറുതെ നിങ്ങൾ ചോദിച്ചാൽ മതി, ഒരു 1000 അല്ലെ 2000 പെണ്ണുങ്ങൾ വന്നിട്ട് പറയും ഞങ്ങൾ റേസ് ചെയ്ത വോയിസിന് ഒരു മനുഷ്യനെ. എന്റെ സ്കൂളിൽ നിന്ന് വിളിച്ച് കുട്ടിയായിരുന്ന എന്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയണി ഒരു മനുഷ്യൻ കണ്ടക്ടർ പോയിട്ട് ബസ്സിലുള്ള ഒരു മനുഷ്യൻ പോലും എന്നെ നോക്കി പോലും ഇല്ല. ഇതെന്തോ വൃത്തികെട്ട സാധനം അഡ്രസ് ചെയ്യുന്ന പോലെയാണ് ആൾക്കാരൊക്കെ എന്നെ നോക്കി. അവസാനം ഞാൻ നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നു. ഇത് കാരണം എത്രയോ സ്പേസുകളിൽ ആൾക്കാർ അഡ്രസ് ചെയ്യാതെ ഇറങ്ങിപ്പോരുന്നുണ്ട്. എത്രയോ വൾണറബിലിറ്റി ഉള്ള സ്ത്രീകള് അനങ്ങാൻ വയ്യ നിൽക്കുമ്പോൾ പുരുഷന്മാര് സമ്മതമാണെന്ന് പറഞ്ഞ് ഇത് ചെയ്തിട്ട് പോകുന്നുണ്ട്. എത്രയോ സ്പേസുകൾ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു ദീപകിന്റെ ഇഷ്യൂ ഒന്നുമല്ല. ദീപകിനെ പോലെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്ത് പഴക്കം. നിങ്ങൾക്ക് ആ ടച്ച് റോങ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങളുടെ മാത്രം തോന്നലാണ്. എന്റെ മാത്രമല്ല, ഒരുപാട് ജനങ്ങൾ നിങ്ങളെ കൂടി തന്നെ അല്ലാണ്ട് ചിന്തിക്കുന്നില്ല, എന്നെ കൂടി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഞാനും ആ വീഡിയോ കണ്ട വ്യക്തി, ഞാൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ടാണെങ്കിൽ പോലും എനിക്ക് അതിനകത്ത് അത്യാവശ്യം തിരക്കുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, തിരക്കുണ്ട്. ഈ പറഞ്ഞ മാതിരി തിരക്കില്ലായിരുന്നു ദൈവം. ഇടിക്കാനുള്ള തിരക്ക് അതന്നെ ഞാൻ ചോദിച്ചത്. ഇടിക്കാനുള്ള തിരക്കില്ലായിരുന്നു. ഒരാൾ സ്റ്റില്ലായിട്ട് അവിടെ നിൽക്കുന്നിടത്ത് ഒരാളുടെ ദേഹത്ത് വന്ന് ഇടിക്കാനുള്ള ഇല്ല, ഇടിക്കാനുള്ള ഒരാൾ സ്റ്റില്ലായിട്ട് നിൽക്കാൻ. അപ്പൊ അവള് പോയി അങ്ങോട്ട് പോയി ഇടിച്ചിട്ടില്ല. അവൾ വളരെ സ്റ്റില്ലാണ്. അത് എത്ര സ്ലോ മോഷനെ അത് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാലും പുള്ളിക്കാരി സ്റ്റാറ്റിക് ആണ്. മൂവ് ചെയ്യുന്നുണ്ട്. ഷിംജിത മൂവ് ചെയ്യുന്നുണ്ട്. ഷിംജിത മൂവ് ചെയ്തു. ഷിംജിത ഇങ്ങോട്ടല്ല മൂവ് ചെയ്തത്. ഷിംജിത ബാക്കിലേക്ക് ഇതിന്റെ വീഡിയോ മൂവ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഐ എം സോ സോറി. ഇത് നോക്കൂ. ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇത് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ചെറിയൊരു മൂവ്മെന്റ് ആ ബസ് വന്ന് ചവിട്ടി നിർത്തിയതാണ് ആ മൂവ്മെന്റ്. അല്ലല്ല, ആ മൂവ്മെന്റ് ബസ് വന്ന് ചവിട്ടി നിർത്തി. അതിനുശേഷമാണ് അതിനുശേഷമാണ് ആ ബസ് ചവിട്ടി നിർത്തിയതിനു ദാറ്റ് ഇസ് എ ജർക്ക്. അതിനുശേഷമാണ് അയാൾ തൊടുന്നത്. അതിനു മുമ്പല്ല അയാൾ. അപ്പൊ അവിടെ മൂവ് ചെയ്തു, ജർക്ക് വന്നു, തൊട്ടിട്ടില്ല. ഷിംജിത എല്ലാ ആൾക്കാരും അനങ്ങിയ സ്പേസിൽ അനങ്ങിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരും അനങ്ങിയ സ്പേസിൽ സമയത്ത് ഷിംജിത അനങ്ങിയിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയും.
എടാ ഞാൻ പറയട്ടെ, വീഡിയോ ഇങ്ങനെ വന്ന് അങ്ങോട്ട് മൂവ് ആകുന്നുണ്ട്. ഷിംജിത് അങ്ങോട്ട് ആഞ്ഞു. അതന്നെ ഞാൻ പറയുന്ന, ആഞ്ഞിട്ടുണ്ട്. മേ ബി അതും one jerk in the first time when the bus was stopped. അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആദ്യം ആഞ്ഞിട്ടുണ്ട്. എന്നിട്ട് I just took back ഇങ്ങനെ നിന്നു. ഇങ്ങനെ നിന്നതിന് ശേഷം പിന്നീട് അയാളുടെ കൈ വന്നതാണത്. അല്ലാതെ വണ്ടി അനങ്ങിയിട്ടില്ല. ഷിംജിത് അനങ്ങിയ മാതിരി ദീപക് അനങ്ങിയതുമല്ല. ദീപകിന്റെ കൈ മാത്രമാണ് അപ്പൊ തട്ടിയേക്കുന്നത്. അല്ലാതെ ഷിംജിത് അങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഇത് ആദ്യം ഉണ്ടായ സമയത്തെ തട്ടല്ലല്ലോ ഈ പറയുന്നത്. ആദ്യം ഉണ്ടായപ്പോ ആ ജർക്ക് മൂവ്മെന്റ് ഇത് ഇങ്ങനെ എടുത്തി ഇതെന്തൊരു ചപലമായ സാധനം, എന്തൊരു വൃത്തിയായിട്ട് അവസ്ഥയാണെന്ന് അറിയാം. ഇതിനെ കുറിച്ച് ഇത്ര പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് പേഴ്സണൽ ബെനിഫിറ്റ് ഉള്ള ഒരു സ്പേസും അല്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു ഷിംജിത് മൂവ് ചെയ്തിട്ടെന്ന് പറഞ്ഞപ്പോ ഇല്ല, മൂവ് ഷിംജിത് അതിനു വേണ്ടി മൂവ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി മൂവ് ചെയ്തിട്ടില്ല. പക്ഷെ ദീപക് പർപ്പസ്ഫുള്ളി കൈ പൊക്കി പറയുന്നുണ്ട്. അതെന്ത് വർത്താനാ? അത് കാര്യം. അതെങ്ങനെ കാര്യമാവണേ? അതാണ് കണ്ടത്. അതല്ല കാര്യം. അത് തന്നെയാണ് കാര്യം. നിങ്ങൾ എത്ര കണ്ട് ജനവികാരത്തിന് വേണ്ടി നിന്ന് നിങ്ങൾക്ക് കാണുന്നത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് നിങ്ങളുടെ മൊറാലിറ്റിയുടെ സ്പേസിന്റെ റൂട്ടാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഒരു തെറ്റും ചെയ്യാത്തൊരു പെൺകുട്ടിക്കാണോ ജാമ്യം കൊടുക്കാതെ? ഒരു തെറ്റുമല്ല. അവൾ അതിനെ റെക്കോർഡ് ചെയ്തു, അതിനവളെ പബ്ലിഷ് ചെയ്തത്, അവൾക്കുണ്ടായ പേഴ്സണൽ സ്പേസിനെ അവള് കേസ് കൊടുക്കുന്നതിന് പകരം ഇത് ചെയ്തു. ജനം നോക്കിയപ്പോൾ അവളുടെ ഫേസിൽ ഇതേ സാധനം ഉണ്ട്. ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തില്ല. ആ സപ്പോർട്ട് ചെയ്യാത്ത സ്പേസിൽ അവൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കുന്നു. ഇപ്പൊ പ്രശ്നം അതുകൊണ്ട് ലീഗലി ഒന്നില്ലെങ്കിൽ ബസ്സിൽ ലീഗലി പോയിട്ട് ഇപ്പോഴും ലീഗലി പോയിട്ട് എത്ര കേസുകൾ ഇമീഡിയറ്റ്ലി നടക്കും? എത്ര പേർക്ക് ഹ്യൂമിലിയേഷൻ ഉണ്ടാവാറുണ്ട് പോലീസ് സ്റ്റേഷനിൽ? എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകൊച്ചിനെ പിടിച്ച് ജാമ്യം ഒരു തെറ്റുമല്ല. അവര് കാരണം ആ വീഡിയോ കിട്ടിയത് കൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്ന് ജനവികാരം ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെ ജനവികാരം ഇളകി കഴിഞ്ഞ് ഈ വീഡിയോ വന്നത് ശേഷമാണ് ഈ പറയുന്ന എല്ലാ കോൺട്രവേഴ്സി. ഐശ്വര്യ, ജനവികാരം ഇവിടെ ഇളകിയിരുന്നത് ഇപ്പൊ ഇളകി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ മരണത്തിന് ശേഷമല്ലേ? അതിന് മുമ്പല്ലല്ലോ. അയാൾ മരിച്ചതിന് ശേഷമല്ലേ? അതിന് മുമ്പ് ഉണ്ടെന്ന് വെച്ചോ? അയാൾ റിപ്പോർട്ട് ചെയ്തില്ല, കേസ് കൊടുത്തില്ല. ശ്രീജിതക്കെതിരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഈ പറയുന്ന ഒരു മനുഷ്യന്മാർക്ക്. അയാൾ മരിച്ചതിന് ശേഷം പിന്നെ അതിനൊരു അയാൾ മരിച്ചതിന് ശേഷം രക്തസാക്ഷിനെ അത്ര ദൗർലഭ്യവും ഡെസ്പറേഷൻ ആണ് ഒരു രക്തസാക്ഷിക്ക് വേണ്ടിയിട്ടെങ്കിൽ ആളുകൾ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങൾ, ഇതല്ല. ഞാൻ ചോദിക്കട്ടെ, അയാൾ മരിച്ചത് 1-2 ദിവസം ഒന്നും കഴിഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം, ആ ഒരു സിറ്റുവേഷൻ നടന്ന അന്ന് തന്നെയാണ് ഈ സിറ്റുവേഷൻ. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ വീഡിയോ കാരണമാണ് ഇപ്പോ അയാൾ സൂസൈഡ് ചെയ്തെന്നുള്ള രീതിയിൽ സംസാരം വരുന്നു എന്നാണ്. അല്ല, എല്ലാരും അങ്ങനെ പറയുന്നു. അതാണ് ഇപ്പൊ ഐശ്വര്യ പറഞ്ഞത്. കേസ് ഫയൽ പറയുന്നത്. എല്ലാവരും അങ്ങനെ പറയുന്നത്. അപ്പൊ അതല്ല സത്യം. അങ്ങനെ അല്ലല്ലോ. എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അയാൾക്ക് അതൊരു കാരണം മാത്രമായിരുന്നു. ഞാൻ എപ്പോഴും പറയുള്ളൂ, ആ വീഡിയോ ചിലപ്പോൾ അയാൾക്ക് ഒരു പുഷായിരിക്കും. പക്ഷെ അയാളുടെ ആത്മഹത്യ കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എന്തുകൊണ്ട് ആ വീഡിയോ കാരണം അയാൾ ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാൾ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്താണല്ലോ. ഞാൻ പറഞ്ഞു അയാൾ മറ്റേ തെറ്റുകാരനല്ലെന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യ ചെയ്താണ്. വീഡിയോ കാരണമായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്തത്. എനിക്കും തന്നെ സത്യസന്ധമായിട്ട് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയതുകൊണ്ടും ഇതിനെ അത്ര ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചിരി. എനിക്കും താങ്കളുടെ വർത്തമാനം ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അത്രയും സേഫ് അല്ലാത്തവർക്ക് ഒരാളെ പിടിച്ച് അകത്തിടുക, എന്നിട്ട് ജാമ്യം കൊടുക്കാതിരിക്കുക, എന്നിട്ട് നിങ്ങൾ പറയുന്നു അത് പ്രശ്നമുണ്ട്, അത് റോങ് ടച്ച് ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ പറയുന്നതല്ലോ റോങ് ടച്ച് ആണെന്ന്. ആ സ്ത്രീ അഡ്രസ് ചെയ്തതാണ് റോങ് ടച്ച് ആണ്. അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ വരെ പറഞ്ഞു അതിജീവിതയാണെന്ന്. ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞു അതിജീവിതയാണ്. ഞാൻ അതിജീവിതയാന്ന് പറയില്ല. അത് ശ്രീലക്ഷ്മിയുടെ പോയിന്റ് ഓഫ് വ്യൂ. അത് ശ്രീലക്ഷ്മിയുടെ പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ അതിജീവിതം എവിടെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? ഞാൻ ശ്രീലക്ഷ്മി അറക്കലിന്റെ കാര്യം നിങ്ങൾ രണ്ടുപേരും ഇതൊരു സ്ട്രോങ് സ്ത്രീയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അവര് അഡ്രസ് ചെയ്തൊരു സ്ട്രോങ് സ്ത്രീയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതില് അല്ലാതെ അതിജീവിതയാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അവർ ഈ കൊടുത്ത സമൂഹത്തിന്റെ സ്പേസും അവരുടെ മൊറാലിറ്റികളിലും ചിന്തകളിലും ഈ ഒരു സാധനത്തെ റാഷണലൈസ് ചെയ്യാനുള്ള ഒരു സ്പേസും ഇല്ല അവർക്ക്. അത് അവർ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിന്റെ ബലമാണ്. കാരണം നമ്മുടെ സമൂഹം എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിന്റെ റിസൾട്ടാണ് ഷിംജിത അനുഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് ഷിംജിതനെ രക്ഷിക്കാനായിട്ട് കോടതി പോകാൻ പറ്റത്തില്ല. എനിക്ക് ആകെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മറ്റേ പോസിബിലിറ്റി ഓഫ് സാധനം എന്തുകൊണ്ട്, എങ്ങനെ, എനിക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. ദീപകിന്റെ കൈ കൊണ്ടത് പുള്ളി പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നാണ് പറയുന്നത്. എപ്പോഴും പറയും. 10 വർഷം കഴിഞ്ഞ് അവർ ജയിലിലാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ അവർ തിരിച്ചറിഞ്ഞാലും ഞാൻ എന്റെ സ്ഥാനത്തുനിന്ന് ഈ പറച്ചിൽ നിന്ന് മാറ്റി നിൽക്കും. അത് ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഫോർ മീ his touch is wrong and when she addressed it and I'm very sure about it. ഇത് കണ്ടു അവർ പറയുവാണ് അയ്യോ ഞാനിത് മറ്റേ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചതാണെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും എന്റെ കാഴ്ചയിൽ ഈ ടച്ച് അത് തന്നെയാണെന്ന്.
എന്റെ കാഴ്ചയുടെ എന്റെ ടച്ച് എന്റെ നിങ്ങൾ പറയുന്ന അതേ സ്പേസിൽ നിങ്ങളുടെ അതേ കാഴ്ചപ്പാടിന്റെ എന്റെ കാഴ്ചപ്പാടിനെ ഞാൻ അതുപോലെ ബഹുമാനിക്കുന്നു. അത് നിങ്ങളുടേത് വലുത് എന്റേത് വലുതെന്ന് ചിന്തിച്ചിട്ടല്ല, അതിന് ഈക്വൽ ആയി സ്പേസ് ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് ഈ വ്യക്തി വീഡിയോ കാണിക്കുമ്പോൾ ചിരിക്കുന്നു. ആ ചിരിയുടെ ഉദ്ദേശം താങ്കൾ പറഞ്ഞത് ഇങ്ങനത്തെയും പുരുഷന്മാരുണ്ട്, ഇതിന് സുഖമായിട്ട് ഇറങ്ങി പോകുന്നുള്ള രീതിയിലുള്ള ഒരു ചിരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ പറഞ്ഞോ, എന്റെ കംപ്ലീറ്റ് വാക്കുള്ളതല്ല. പക്ഷെ ഷിംജിതയുടെ കേസിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് സംസാരിച്ചു. പിന്നെ പൈസയുടെ കാര്യം പറഞ്ഞു, അങ്ങനത്തെ ഒരു ടോപ്പിക് ഇല്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് ഇപ്പൊ വീഡിയോസ് ആദ്യം പറഞ്ഞ കേട്ടുന്ന ഡിലീറ്റ് ചെയ്തിട്ടില്ല. മാതിരി വൃത്തികെട്ട ടോപ്പിക് ഉണ്ടല്ലോ, ഈ സ്ത്രീ പൈസ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും, ഇതൊക്കെ ഉണ്ടാകുന്ന ലോകമാണ്, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുമാണ്, എല്ലാ സാധനവും നടക്കുന്നുണ്ട് ഈ ലോകത്ത് എന്നും പറഞ്ഞ് ഈ ഒരു വിഷ്വല് ഇടാൻ പറ്റുന്ന എല്ലാ പോസിബിലിറ്റിയും കൂടെ വലിച്ചുകൊണ്ടിരുന്ന ആവശ്യമില്ല. ഓൾറെഡി അവർ മുഖഭാവം കൊണ്ട് തന്നെ ജനം കൺവിൻസ്ഡ് ആണ്. അതിനൊരു മെജോറിറ്റി ഓഫ് ജനം അതിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇനി ബാക്കി എന്റെ മണ്ടൽ അഡീഷണൽ ഇല്ലാത്ത കാര്യം കൂടെ വന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരിയെ വരത്തുള്ളൂ. അത് എനിക്കും അങ്ങനെയാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിൽ പ്രശ്നക്കാരായ പുരുഷന്മാരുണ്ട്. പിന്നെ എല്ലാ വേസ്റ്റും കൂടി എടുത്തിട്ട് മര്യാദയ്ക്ക് കുടുംബപരമായിട്ട് ജീവിക്കുന്ന പുരുഷന്മാരുടെ തലയിലും കൊണ്ടിടേണ്ട ആവശ്യമില്ല. അത് മര്യാദയും കുടുംബപരമായ പുരുഷനാണെങ്കിൽ അവൻ ഡിവേഴ്സ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ ഇതൊന്നും ഇവിടെ അഡ്രസ് ചെയ്യാത്ത കാര്യം. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ഇഷ്യൂ. ഐ കാൺട്ട് ജസ്റ്റ് ഡിവോഴ്സ് ചെയ്യുന്നത് അയാളുടെ കുഴപ്പം കൊണ്ടാണോ, വൈഫിന്റെ കുഴപ്പം കൊണ്ടാണോ, വേറെ എന്തെങ്കിലും പ്രശ്നം? അതാ സ്ത്രീ പറയും. നമുക്കറിയില്ല അഡ്രസ് ചെയ്യുന്ന ഒരു സമയത്ത് സ്ത്രീയുടെ കുഴപ്പമാണോ ഇയാളുടെ കുഴപ്പമാണോ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പൊ തോന്നുന്നു അയാളുടെ കുഴപ്പം തന്നെ ആയിരിക്കും. കാരണം അയാൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയിൽ I'm not judging, I'm saying my opinion. It is not a judgment. The way you are judging other people, the same thing that I'm doing. And you have quotations to say that government support ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ ജീവിക്കണം. എനിക്ക് ഒരു മനുഷ്യന്റെ ഈവൻ എന്റെ പാരന്റ്സിന് സപ്പോർട്ട് കിട്ടിയിട്ട് പോലും കാര്യമില്ല. പക്ഷെ ഒരാളുടെ ജീവിതത്തിൽ അറിയാത്ത ഒരു കാര്യം അയാളോട് കയറി പറഞ്ഞിട്ട് പറയാണ് ഞാൻ ജഡ്ജ് ചെയ്തല്ലേ, ഇതെന്റെ ഒപ്പീനിയൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഏതാണ് ഇപ്പൊ പറഞ്ഞു അയാളുടെ കുഴപ്പം കൊണ്ടായിരിക്കും ഡിവോഴ്സ് ആയത്. താങ്കൾക്ക് എങ്ങനെ എന്താ അഭിപ്രായം? ഇതെന്താ ആൾക്കാർ പറയുന്നത്? അവൾ അങ്ങനത്തെ കാര്യമായിരിക്കും, 45,000 അയാൾ വിഡ്രോ ചെയ്തോണ്ട് പോയി, ഇതൊക്കെ ജഡ്ജ്മെന്റുകളാണ് അല്ലേ? ആണ്. ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. അയാൾ ചെയ്ത ആക്ട് എന്ന് പറയുന്നതിൽ ഞാൻ വളരെ കൺവിൻസ്ഡ് ആണെന്ന് പറഞ്ഞു. ബാക്കി പറഞ്ഞ അഭ്യൂഹങ്ങളെ അഡ്രസ് ചെയ്യാൻ ഞാൻ ആളല്ല. അപ്പൊ അത് ജഡ്ജ്മെന്റും അല്ല ഒപ്പീനിയനും അല്ല. നിങ്ങൾ പറയുന്നതിന് കൗണ്ടർ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങനെയാണ് അവരെ കാണുന്നത്, ഇതിന് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളെ ഇന്ന രീതിയിൽ കാണുന്നു, അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ പറയുന്നു. അതിനപ്പുറത്തേക്ക് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തിപരമായോ ഷിംജിതനെ വ്യക്തിപരമായോ പറഞ്ഞ് അഡ്രസ് ചെയ്യാൻ ഞാൻ ആളല്ല. ആരും അല്ല. പക്ഷേല് ആരും അല്ല. ജഡ്ജിന് ഒരു ഡ്യൂട്ടി ഉണ്ട്, പോലീസിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. അവരത് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കാണിക്കുന്നതെല്ലാം പേഴ്സണൽ പ്രഹസനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് എന്ന് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടായിരിക്കും ഷോർട്ട് ടൈമിൽ നിങ്ങൾ. എനിക്ക് പബ്ലിസിറ്റി ആയിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടാവേണ്ടതാണ്. ഞാൻ 3-4 മീഡിയയിലും കുഞ്ഞിലേ മുതൽ വർക്ക് ചെയ്ത്, അതിനുശേഷം ഞാൻ ചർച്ചയിലും പെട്ടു. അതിന് ആ സമയത്ത് ഞാൻ വൈറലായി. അതിനുശേഷം എന്റെ കയ്യിൽ ഇനഫ് സ്പേസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാഡ്ബറിയുടെ കർണാടക മീഡിയയിലും വന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്പേസുകളും ഞാൻ അഡ്രസ് ചെയ്ത് പോകുന്നത്. അതാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഞാനും വെറുതെ ഒരു വ്ളോഗ് തുടങ്ങിയാൽ മതി, ഞാനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഡെയിലി ഇട്ടോണ്ടിരുന്നാൽ മതി. ആ ഒരു സ്പേസിലാണ് ഇത്രയും കോൺട്രവേഴ്സി ഉള്ള ഒരു സ്പേസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ ഇത് തുടക്കത്തിലായിരിക്കും ഇങ്ങനെ, പക്ഷെ ആൾക്കാർ അഡ്രസ് ചെയ്യായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അഡ്രസ് ചെയ്തു, പക്ഷെ വളരെ രഹസ്യമായിട്ട്. ബിക്കോസ് ജനവികാരത്തിന്റെ തള്ളിച്ചയിൽ തിരിച്ചു നിൽക്കാനായിട്ട് ഒരു മനുഷ്യനും, ഒരു മന്ത്രിക്ക് പോലും പറ്റില്ല, ഒരു ദൈവത്തിന് പോലും പറ്റില്ല. സത്യസന്ധമായിട്ട് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജനങ്ങൾ ഇന്നത് മതി എന്ന് വിചാരിക്കും. അത് മോബാണ്. ആൾക്കൂട്ട കൊലപാതകത്തിനൊക്കെ മറുപടി പറയാനൊന്നും ആർക്കും പറ്റത്തില്ല. അത് തന്നെ ആ മോബിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു സ്പേസിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിനെ വിശ്വസിക്കുന്നുണ്ട്. ഇത് സംഭവിച്ചു, ഇവർക്ക് അറിയാം, ഇത് പറയാത്തതിന് ഇന്നതാണ് കാരണം എന്ന് വ്യക്തമായി അവരെല്ലാരും വരും പുറത്ത്. ഉറപ്പായിട്ടും ശരി, നോ മാറ്റർ വേർഡ് ലൈക്കിനോ കുറച്ച് സമയത്തിനുള്ള ആൾക്കാർ ഇതിനെ അഡ്രസ് ചെയ്ത് തുടങ്ങുമെന്ന് എനിക്കൊരു സംശയമില്ല. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു മൂഡിൽ, ഈ ഒരു മറ്റേ തെളിച്ച് അല്ലെ പ്രഷറൈസ് ചെയ്യുന്ന സ്പേസിൽ ഈ വികാര തെളിച്ച് ഉണ്ടാവുന്നിടത്ത് ആൾക്കാർ മാറി നിൽക്കുന്നുണ്ടാവും. ബട്ട് ഐ എം സോ ഷുവർ ദാറ്റ് പീപ്പിൾ വിൽ അഡ്രസ്. ആൻഡ് ദർ ആർ മെനി പീപ്പിൾ ഓൺ ദ ഫേസ്ബുക്ക്. ഞാൻ മാത്രമല്ല, മെനി പ്ലേസസ് ദേ ആർ അഡ്രസ്സിംഗ്. ഒരു വ്യക്തിയുടെ ശബ്ദമല്ല, അവർ പബ്ലിക് സ്പേസുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടും അഡ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ വഴിയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളത് പറഞ്ഞത് ശരിയായില്ലായിരുന്നു, അവരെ അങ്ങനെ പറഞ്ഞിരുത്തണം. ഞാൻ പറഞ്ഞ എന്റെ ഉദ്ദേശം അതല്ല. ഞാനൊരു ചർച്ചയിൽ പ്ലാൻ ചെയ്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരാളെ ഇരുത്തണമെന്നല്ല. എന്നോട് ഇമോഷണലി സംസാരിക്കുമ്പോൾ എന്റെ ഇമോഷനെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്തും ഐ വിൽ. That is not because of trauma. That is because of my
ക്ലാരിറ്റി ഓൺ മൈ വേർഡ്സ് വാട്ട് ഐ എം സേയിങ്. അത് തെറ്റോ ശരിയോ ഉള്ളെന്ന് ചിന്തിക്കാനായിട്ട് ഒരു സ്പേസ് ദേവുനുണ്ട്. ദേവു ചിന്തിക്കുന്നതിൽ തെറ്റോ ശരിയെന്ന് എന്റെ ചിന്താഗതിയിൽ ചിന്തിക്കാൻ എനിക്കുണ്ട്. അത് ആൾക്ക് നമ്മൾ അങ്ങോട്ട് പ്രഷർ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഞാൻ അതിനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമോ നിങ്ങൾ അതിനെ എന്നെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. അത് വളരെ ക്ലിയർ ആണ്. ആ ബേസോ ആ സ്പേസോ അറിയാമെങ്കിൽ വേറെ പ്രശ്നമില്ല. ഈ തെളിച്ചുണ്ടാവുന്ന സമയത്ത് ഐ പ്രഷർ ഇറ്റ് ബാക്ക്. ഐ ഡു വാണ്ട് ഇറ്റ്. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. അത്രേ ഉള്ളൂ. അത് എന്റെ സ്പേസിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അത് എന്റെ സ്പേസിനെ ഞാൻ അഡ്രസ് ചെയ്യുന്നതാണ്. സ്പേസിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും സ്പേസിനെ അഡ്രസ് ചെയ്യുമ്പോഴും എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം എത്തിക്കലാണ്. ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായ എത്തിക്കലായിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് എവിടെയാണ് എത്തിക്സ് എന്ന് പറഞ്ഞത്? എന്താണ് എത്തിക്സ്? എത്തിക്സ് അല്ല, നിങ്ങളാണ് അത് അഡ്രസ് ചെയ്തത്. എന്താണ് എത്തിക്സ് എന്ന് നിങ്ങൾ? അപ്പൊ താങ്കൾ പറഞ്ഞു ഞാൻ എത്തിക്കൽ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എത്തിക്കൽ ആകണം. എവിടെയാണ് ഞാൻ എത്തിക്കൽ അല്ല? എത്തിക്കൽ അല്ല എന്ന് തോന്നിയത് എന്താണ്? എനിക്ക് എത്തിക്സ്, ഞാൻ എത്തിക്സ് വേണമെന്ന് പറയാനുള്ള നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ മുന്നിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒന്നാമത് ഇപ്പൊ ഈ എനിക്ക് സോ സോറി ഐശ്വര്യ, എനിക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് വീഡിയോ എടുത്തിട്ട് ഈവൻ ഐ എം ഓൾസോ ലിസണിംഗ് യുവർ ബ്ലണ്ടർ, റൈറ്റ്? ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മനുഷ്യന്റെ ഇടയിൽ ഇത്രയും അല്ല, നമ്മളെല്ലാം ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സംസാരത്തിന്റെ ആവശ്യം പറ്റത്തില്ല. പക്ഷെ ഇത്രയായിട്ടും ഈവൻ ഇപ്പൊ നിങ്ങൾ ഷിംജിത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ, അപ്പൊ നിങ്ങൾ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യോ? ഇതെന്നോട് കഴിഞ്ഞ കുറെ ഇന്റർവ്യൂല് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാനത് ഞാൻ നിങ്ങൾ ഒരാളായിരിക്കും, നിങ്ങൾക്ക് അത് നിങ്ങൾ ആദ്യമായിട്ട് ചോദിക്കായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേ ക്വസ്റ്റ്യൻ ഞാൻ 10 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ഞാനെന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വലിനെ നിങ്ങൾ ഇരുത്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യേണ്ട രീതിയും കൂടെ ഉണ്ട്. അങ്ങനല്ല. ഐശ്വര്യ ഒരു കോൺട്രവേഴ്സി ടോപ്പിക് ആണ് സംസാരിച്ചു പോകുന്നത് അല്ലെ? അപ്പൊ ഐശ്വര്യക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ ഞാൻ ഇതിൽ പോകുമ്പോ ഈ ഷിംജിത്തിന്റെ കേസ് പറഞ്ഞ മാതിരി ഞാൻ ഷിംജിത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ ജിഷേനെ കുറിച്ച് സംസാരിച്ചില്ല. ഞാൻ ഈ പറഞ്ഞ UP റേപ്പിന് സംസാരിക്കുന്നില്ല. ഞാൻ ഈ ഉണ്ടായിരിക്കുന്ന ഓളസ്ട്രേഷൻ ഒന്നും സംസാരിച്ചില്ല. അഭിമന്യുവിന്റെ കൊല അല്ലെങ്കിൽ ഈ പറയുന്ന മധുവിന്റെ കൊല ഇതൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. ഈ ഒരു കാര്യം പറയാതെ ഞാൻ എന്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ പറയാൻ 10,000 കാര്യങ്ങൾ എനിക്ക് മുമ്പ് നടന്നത്. ഒരു മാത്രമല്ല എന്നെ വികാരം കൊള്ളിച്ചിട്ടുള്ളത്. ഒരു ഷിംജിത കേസോ അല്ലെങ്കിൽ ഈ പറയുന്ന ദീപകിന്റെ മരണം മാത്രമല്ല എന്നെ വികാരം കൊള്ളിച്ചുള്ളത്. എനിക്കൊരു 100,000 കാര്യങ്ങളുണ്ട് പറയാൻ. ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഫീൽ ചെയ്ത സാധനങ്ങൾ എന്തുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഹൃത്തെ, എനിക്ക് ഡേ ടു ഡേ ജീവിതത്തിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും എന്റെ സ്പേസിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് എല്ലാവരുടെ കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് എന്റെ കുഞ്ഞു മുതൽ ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ആഹാരം കഴിക്കാണ്ട് ഇരിക്കേണ്ട സിറ്റുവേഷൻസ് വരെ ഉണ്ടായിരിക്കാം. ഈ അഭിപ്രായങ്ങളും ഈ സ്റ്റാൻഡും ഞാൻ കീപ്പപ്പ് ചെയ്യുന്നതോടും എന്റെ ഈ ബോഡി ലാംഗ്വേജിനോടും എന്റെ ഈ ആറ്റിറ്റ്യൂഡിനോടും അംഗീകരിക്കാത്ത ഒരു സമൂഹം തന്നെ ആയിരിക്കും മെജോറിറ്റി ഓഫ് ഉള്ള ആൾക്കാർ. ഞാൻ അത് ഫേസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ദേ ഡൗട്ട്, because they want that obedient അല്ലെങ്കിൽ കുറച്ച് വിധേയത്തുള്ള വൾണറബിൾ ആയ ഒരു സ്ത്രീ ആവശ്യമുണ്ട്. ആ സ്പേസിൽ വർക്ക്ഔട്ട് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് റേഞ്ചും ഇല്ല, ഒരു സ്ഥലവും ഇല്ലാത്ത മാസങ്ങളായിട്ട് ഞാൻ ഒരു സ്പേസിൽ പോയി കിടന്ന് കൃഷി ചെയ്യുവാണ്. എന്റെ കയ്യിലൊക്കെ താഴം പോയി. ഞാൻ ഇതാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഗ്രീഷ്മേനെയോ ബാക്കി ആൾക്കാരെ ചിലപ്പോൾ അഡ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒരു ഇഷ്യൂ സ്കൂളിൽ ഉണ്ടായപ്പോ എനിക്ക് മനസ്സിലായി I can't stop myself. ഒരു ഇൻജസ്റ്റിസ് മുന്നിൽ ഉണ്ടാകുന്ന സമയത്ത് അത് നിനക്ക് അഡ്രസ് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നി അഡ്രസ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ഒരു ലോക്കൽ മനപ്പൂർവ്വം എന്നെ ആ സ്കൂളിൽ കൊണ്ടിട്ടതാണ്. അവിടെ എനിക്ക് മനസ്സിലായി. സോ ഐ വാക്ക്ഡ് ഔട്ട് ആൻഡ് ഐ കെയിം ടു മൈ ഹൗസ്. ലൈക്ക് 40 days എനിക്ക് ഓഫിന് വേണ്ടി ഞാൻ വന്നതാണ്. ആ സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇത് എന്നെ ആദ്യമായിട്ട് കാണിക്കുന്ന എന്റെ ബ്രദറാണ്. അപ്പൊ എന്റെ ബ്രദർ കാണിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ചേച്ചി എന്ത് തോന്നി? ഞാൻ പറഞ്ഞു, തട്ടിയാടാ. എനിക്ക് അത് തന്നെ തോന്നി. അപ്പൊ അവിടെ നിന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചു പറഞ്ഞു, കറക്റ്റ് കണ്ടറിയില്ല, ഈ നാടകം നമ്മൾ എത്ര കണ്ടിട്ടുള്ള എല്ലാരും പറഞ്ഞു. ഒരാളല്ല, ഞാനല്ല, അവിടെയുള്ള സാധാരണക്കാരായ കുട്ടികളാണ് പറയുന്നത്. അതിന് പ്രായഭേദമന്യേ പല ആൾക്കാരും ഇത് സംസാരിച്ചിട്ടുണ്ട്. ആ സ്പേസിനെ ഒക്കെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ സ്പേസിനെ ഒക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ദ വേ ദേവു ഇതിനെ കാണുന്നത് പോലെ തന്നെ ഞാൻ അതിന്റെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് അർത്ഥം എനിക്ക് അത് കംപ്ലീറ്റ് ദേവുവിന് എന്റെ കാര്യം അംഗീകരിക്കാൻ പറ്റാത്തത് പോലെ തന്നെ എനിക്ക് ഈ സ്പേസിനെ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ നിയമം ഇങ്ങനെ നടക്കണമെന്നും ഇതാണ് ശരിയെന്നും പറയാൻ ഞാൻ ആളല്ല. അതിനെ ഫോഴ്സ് ചെയ്യാനും എനിക്ക് സ്പേസ് ഇല്ല. എനിക്ക് അഡ്രസ് ചെയ്യാനേ പറ്റുള്ളൂ. ദർ ഇസ് എ പോസിബിലിറ്റി, ദർ ഇസ് ദിസ് ആൻഡ് ഐ സീ ദിസ് വേ. ബാക്കി ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും ഒന്ന് പറയുന്നത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയുണ്ട്. അത് ഗ്രീഷ്മയുടെ കാര്യത്തിലോ ബാക്കി കാര്യത്തിലോ എനിക്ക് പറയണം തോന്നിയില്ല. അതുകൊണ്ടാണ് പറയാം. അത്രേ ഉള്ളൂ. ഞാൻ ഇല്ലായിരുന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നു, എന്റെ ഈ ഫോൺ ഇല്ലായിരുന്നു, എനിക്ക് ഫോൺ പോലും ഇല്ലായിരുന്നു. കാലങ്ങളോളം ഞാൻ അബ്സ്കോണ്ടിങ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് എന്റെ സ്പേസുകളെ, എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ ഞാൻ തന്നെ ട്രീറ്റ് ചെയ്ത് ഞാൻ തന്നെ സെറ്റ് ചെയ്യണം. അച്ഛനില്ല, അമ്മയില്ല, ആരില്ല പറയാനായിട്ട്. സോ ദർ ഇസ് എ പ്രോബ്ലം. ഓക്കെ, സോ വെൻ യു അഡ്രസ് എന്നെ കൂടുതൽ ഇതുവരെയുള്ള ചർച്ചകളിൽ ഞാൻ ഇമോഷണൽ ആയിട്ടില്ല. ബട്ട് വെൻ യു അഡ്രസ് മീ ഇൻ എ പ്ലേസ്, I don't know, I don't understand how people are seeing all these things
I know how people can push somebody to so much into a place that and prick their traumas and all. Yes. Prick their traumas and ask. And ഇതിന് മുമ്പുണ്ടായ സ്പേസിനെ ഞാൻ ഇതിനെ അഡ്രസ് ചെയ്ത സമയത്ത് you said like you'll be mellow, but no. You guys are not merciful, I'm being a tool here and I'm being addressed because I'm just standing with that girl. ഇതുവരെ ഞാൻ ആ പെൺകുട്ടിയുടെ കൂടെ നിന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയുടെ ആക്ഷനെ അയാൾ ചെയ്ത ആക്ഷന് തെറ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആ പെൺകുട്ടി അത് ചെയ്ത രീതി കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവരുടെ ഒരു മൊറാലിറ്റിക്കുള്ളിൽ ഈ ഫേസും ഈ ചിരിയും ഒരു കാലത്തും ഇനി അത് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല കേരള ജനതയ്ക്ക്. ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്പേസിൽ ഞാൻ വ്യഭിചരിച്ചാണ് കുട്ടി ഉണ്ടാക്കി നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിങ്ങൾ അഡ്രസ് ചെയ്ത സ്പേസുകളിലും ഭയങ്കരമായ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ അല്ലല്ല, അത് നിങ്ങളുടെ ഒരു പറഞ്ഞ ഒരു ടോപ്പിക്, ആ ഒരു വേർഡ് ഞാൻ എന്റെ ചാനലിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളുടെ ചാനലിലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഡ്രസ് ചെയ്യുന്ന വ്യക്തിയുടെ ചാനൽ പോലും ഞാൻ നോക്കാറില്ല. ഞാൻ ഇത് പറഞ്ഞു, അപ്പൊ ഇത് വീണ്ടും ആൾക്കാർ ചോദിക്കുന്നത് അവർക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ മുഖം നോക്കാതാണ് ഞാൻ വരുന്നത്. ഞാൻ ഇത്രയും ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. എനിക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി വിചാരമല്ല ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് അതിനെ പറ്റിയിട്ട് എനിക്ക് അറിയാം. അത് ഇത്ര വൃത്തികെട്ട ഒരു വാക്കാണോ? അത് പേഴ്സണൽ ആണ്. അല്ലേ? പേഴ്സണൽ അല്ലേ? അത് ട്രോമ എന്താണ്? ഇപ്പൊ ഈ സംസാരിക്കുന്നത് ഒരു സ്ത്രീക്ക് ട്രോമ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രോമകൾ കൊണ്ടാണ് നിങ്ങൾ എല്ലാരെയും അത് കാണുന്നത്, ആ ആക്ഷൻസിനെ അങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു. ഐശ്വര്യയുടെ ചില അടച്ചാക്ഷേപമുണ്ട്. അടച്ചാക്ഷേപം തിരിച്ചിങ്ങോട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ചില ഏരിയകൾ പുരുഷനെ അടച്ചാക്ഷേപിക്കേണ്ടി വരും, അതിന്റെ അപ്പുറത്തെ സൈഡിൽ പുരുഷനെ റെസ്പെക്ട് ചെയ്യേണ്ടി വരും. അത് എല്ലാ പുരുഷനെ അടച്ചാക്ഷേപിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. കഴിഞ്ഞ ഇന്റർവ്യൂലൊന്നും ഞാനൊരു റെസ്പെക്ട്ഫുൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് പുരുഷ സംസാരം ഞാൻ കേട്ടിട്ടില്ല. എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഞാൻ പുരുഷനെ എന്തിനാണ് സംസാരിക്കുന്നത്? ഒരു കൂട്ടം ആൾക്കാർ പുരുഷനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പുരുഷന്മാരായിട്ട് ഒരു വിരോധവും ഇല്ല. പക്ഷെ അപ്പൊ വന്നേക്കുന്ന ടോപ്പിക്ക് ഞാൻ അഡ്രസ് ചെയ്യാൻ പോയിരിക്കുന്ന ഈ സ്പേസ് ആണ്. അതിന്റെ അർത്ഥം ഞാൻ പുരുഷ വിരോധിയാണെന്ന് പറയുന്നത് ഭയങ്കര മോശം. പുരുഷ വിരോധിയാന്ന് ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നത് വേറെ വിഷയമാണ്. ഈ ടോപ്പിക്കില് ഇതിനു മുമ്പുണ്ടായ വിഷയത്തിൽ ഞാൻ എന്നോട് ചോദിച്ച ആൾക്കാരോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സുഹൃത്തുക്കളാണ്. ഇതിപ്പോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പൊ പുരുഷന്മാര് മര്യാദയ്ക്ക് നിൽക്കുന്ന പുരുഷന്മാർ, റിയാക്ട് ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അയാൾ സോറി പറഞ്ഞില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് മാനേഴ്സ് അതെല്ലാവരും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീജിത്തിന്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് മോശമല്ലേ? കൊണ്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സോറി പറയുന്നത് മാനേഴ്സ് ആണ്, ബേസിക് മാനേഴ്സ് ആണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെങ്കിൽ എല്ലാ ആളുകളും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കേസ് കൊണ്ട് കൊടുക്കണം. പക്ഷെ അയാളുടെ ഭാഗത്ത് അയാൾ എന്തിനു പിന്നെ സോറി പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പറയുന്നത് എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പുരുഷന്മാരും സോറി പറയാറില്ല എന്ന് പറഞ്ഞിടത്താണ് ഞാൻ പറഞ്ഞത്. then you shouldn't expect the other side also. എല്ലാരും ഇങ്ങനെ ചെയ്യണം. ശ്രീജിത്ത് അതിലെ എല്ലാരിലും ഒരാളല്ല, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഉറപ്പായിട്ടും എല്ലാവരും ഒരേപോലെ അല്ല. ഇപ്പൊ എന്നെ പോലെ ആവണമെന്നില്ല, താങ്കളെ പോലെ ആവണമെന്നില്ല. പക്ഷെ ഇതെല്ലാവരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ പറഞ്ഞു നോർമലി പുരുഷന്മാർ സോറി പറയാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ടോപ്പിക്കൽ വൈസ് സംസാരിച്ചു വരുമ്പോഴും ഞാൻ കൂടുതലും എന്തുകൊണ്ടാണ് ഐശ്വര്യ അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ഐശ്വര്യ അത് ആ ടച്ചിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് കണക്ട് ആവുന്നില്ല. ബിക്കോസ് ഞാനത് 3-4 പ്രാവശ്യം കണ്ട ഒരു സംഭവമാണ്. ഞാൻ ഈവൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും പറയും ഓക്കെ അത് ദീപക് ചെയ്തത് തെറ്റാന്ന് ഞാൻ പറയും. പക്ഷെ ഞാൻ നോക്കിയിട്ടും തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ആലോചിച്ചിട്ടും എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ യു സെഡ് യുവർ പെർസെപ്ഷൻ, യുവർ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ പറഞ്ഞോ. നിങ്ങൾ അത് കാണാത്തത് നിങ്ങളുടെ ട്രോമയാണ് പറഞ്ഞോ. നിങ്ങൾ അത് കാണാത്തത് നിങ്ങളുടെ ട്രോമ കൊണ്ടാണ്. ഐശ്വര്യ ചൈൽഡ്ഹുഡ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണാത്തത് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു ഇംപ്ലിമെന്റേഷൻ, സമൂഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ട്രോമ അല്ലെങ്കിൽ എനിക്ക് ട്രോമ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എല്ലാ പുരുഷന്മാരെയും അടിച്ചാക്ഷേപിക്കണം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്നില്ലല്ലോ. അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല? അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ട്രോമയുള്ള സ്ത്രീകളാണ് പുരുഷന്മാരെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുന്ന എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. ട്രോമയുള്ള you are just accusing a group of women who face things in life and they're dealing with it in a decent way and they're addressing it in a സമൂഹം. അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ അതിന്റെ കാര്യമില്ലല്ലോ. ആവശ്യം
മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ഞാൻ ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് ആ ട്രോമയെ എന്റെ ട്രോമ ഞാൻ I will say like you are supporting the other side. You are traumatized. You are just obedient to that man. And you are used to that culture. You are used to that obedient space. Even ആൾക്കാർ ഇടിച്ചാലും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യില്ലായിരിക്കും. അത് താങ്കൾ എന്നെ പറ്റി പറയേണ്ട ആവശ്യമില്ല. I know how to react. ഇപ്പൊ ഞാൻ traumatized എന്നോട് പറയുന്നത് my culture. എന്റെ കൾച്ചറിനെ പറ്റി സംസാരിക്കും. You have any right. Why ask you? Why ask you? Why ask you? See, why not a psychologist? You're not a psychologist. ഉറപ്പായിട്ടും അപ്പൊ ട്രോമറ്റൈസ്ഡ് ആണെന്ന് അങ്ങനെ അടിച്ചങ്ങ് പറയും. ട്രോമറ്റൈസ്ഡ് ആണെന്നല്ല ട്രോമറ്റൈസ്ഡ് ആണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അഹങ്കാരിയാന്ന് പറയാം. ഞാൻ അഹങ്കാരിയാന്ന് പറയാം. എന്റെ കാഴ്ചപ്പാടുകൾ ശരിയല്ല എന്ന് പറയാം. എന്താണ് ട്രോമ? അത് നിങ്ങൾ അഡ്രസ് ചെയ്യും. അപ്പൊ ഞാൻ ട്രോമ ഇല്ല നിങ്ങൾക്കാണല്ലോ കാണാൻ പറ്റുന്ന ആ ട്രോമ. അത് നിങ്ങളല്ലേ പറയണ്ടേ എന്താണ് ട്രോമ? പുരുഷന്മാരെ ചെയ്തൊരു തെറ്റിനെ അഡ്രസ് ചെയ്യുന്നത് വളരെ കുറച്ച് സ്ത്രീകളെ. കാരണം അത് പുരുഷന്മാര് ചെയ്യുന്ന തെറ്റിനെ അഡ്രസ് ചെയ്യുന്ന സ്ത്രീകളിൽ തന്നെയാണ് ഞാൻ. പുരുഷന്മാർക്കുണ്ട് നാണോ മാനോ അഭിമാനോ ഒക്കെ. കോണ്ടസ്റ്റ് മാറി സംസാരിക്കുമ്പോൾ എനിക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. Why? Because you are talking about trauma. എന്ത് ട്രോമ? ഞാൻ ട്രോമയല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ എന്റെ കൾച്ചറിനെ പറ്റി സംസാരിച്ചതോ? നിങ്ങൾ എന്നെ അഡ്രസ് ചെയ്യുമ്പോൾ ഞാൻ എന്തോ ആയതുകൊണ്ടാണ്, ഞാൻ ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടാണ്, പുരുഷനെ പുരുഷന്മാരെ അടച്ചാക്ഷേപിച്ചിട്ടില്ല. അടച്ചാക്ഷേപിച്ചിട്ടില്ലെങ്കിൽ ഒരു പുരുഷൻ കൈ പൊക്കുന്നത് കണ്ട് എന്തിനാണ് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളുടെ ജസ്റ്റേഴ്സ് കണ്ടാൽ അറിയാം. എങ്ങനെയുള്ള ആളുകളുടെ പുരുഷന്മാർ കൈവക്കുന്ന കണ്ടാൽ ഞാൻ പറയില്ല. ഇങ്ങനെ ഉള്ള ആളുകൾ ബസ്സിൽ കയറുന്ന ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ ജസ്റ്റേഴ്സ് എന്ന് കണ്ടാൽ അറിയാം. എനിക്ക് വേണമെങ്കിൽ അഡ്രസ് ചെയ്യാം, അടിയുണ്ടാക്കാം, ബഹളം ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ എനിക്ക് മാറി നിൽക്കാം. അത് എന്റെ ചോയ്സ്, എന്റെ ബുദ്ധി, എന്റെ രീതി. അപ്പോ അത് ചെയ്യണമെന്ന് ഞാൻ പറയത്തൂല്ല. നാളെ ഞാൻ ഒരു സ്ത്രീകളുണ്ട്, പക്ഷെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നാളെ സമൂഹം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കാണുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. നല്ല രീതിയിൽ കാണുന്നുള്ളതോ അല്ലെങ്കിൽ ട്രോമയുള്ള ആളുകളുണ്ട്, ട്രോമ കാരണം പ്രശ്നങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള പുരുഷന്മാരുണ്ട്, പ്രശ്നക്കാരായ സ്ത്രീകളുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ള പുരുഷന്മാരുണ്ട്, നല്ല രീതിയിൽ അല്ലാത്ത പുരുഷന്മാരുണ്ട്. പ്രശ്നക്കാരായ സ്ത്രീകളുണ്ട്, പ്രശ്നക്കാരായ അല്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിനൊന്നും ഞാൻ തെറ്റി പറഞ്ഞിട്ടില്ല. ഇതിന് നിർത്താം. ഇതിനുള്ള ഇടിക്കും.